എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ചരിത്രകഥയിലേക്ക് സ്വാഗതം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനികൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് പല പേരുകളും വന്നേക്കാം. ഇന്നത്തെ ലോകത്തെ കോടീശ്വരന്മാരായ എലോൺ മസ്കിന്റെയോ ജെഫ് ബെസോസിന്റെയോ പേരുകളാവാം ആദ്യം ഓർമ്മ വരുന്നത്. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സമ്പന്നൻ ഇവരാരുമായിരുന്നില്ല. ഇത് ആഫ്രിക്കൻ വൻകരയിൽ നിന്നും ഉദിച്ചുയർന്ന ഒരു ചക്രവർത്തിയായിരുന്നു, മൻസ മൂസ. അദ്ദേഹം യാത്ര ചെയ്ത വഴികളിൽ ദാനം ചെയ്ത സ്വർണം മാത്രം മതിയായിരുന്നു പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ. ഇത്രയേറെ സമ്പന്നനായിരുന്നു മാലി സാമ്രാജ്യത്തിന്റെ ആ അധിപൻ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ മഹാചക്രവർത്തിയുടെ, മൻസ മൂസയുടെ കഥയിലേക്കാണ്. നൈജർ നദിയുടെ തീരത്തായിരുന്നു മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ജീവനാഡിയായിരുന്ന ആ നദി അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പലതരത്തിൽ സ്വാധീനിച്ചിരുന്നു. മീൻപിടുത്തക്കാരും കച്ചവടക്കാരും സഞ്ചാരികളുമെല്ലാം ആ നദീതീരത്ത് ഒത്തുകൂടി. ആ നദിയുടെ കരയിലായിരുന്നു മാലി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ നിയാനി പട്ടണം. 14-ാം നൂറ്റാണ്ടിൽ മാലിയുടെ ഭരണം അബൂബക്കർ രണ്ടാമന്റെ കൈകളിലായിരുന്നു. സ്വർണവും അധികാരവും അദ്ദേഹത്തെ ആകർഷിച്ചില്ല. ലോകത്തിന്റെ അതിരുകൾ തേടി കടലിനപ്പുറം എന്താണെന്ന് കണ്ടെത്താനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. ഈ വലിയ ലോകത്തിന്റെ അവസാനം എവിടെയാണെന്ന ചോദ്യം അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അന്നത്തെ ഭൂപടങ്ങളിൽ മാലി സാമ്രാജ്യത്തിന് പടിഞ്ഞാറ് വിശാലമായൊരു നീലപ്പരപ്പ് മാത്രമായിരുന്നു, അറ്റ്ലാന്റിക് മഹാസമുദ്രം. അവർ അതിനെ വിളിച്ചത് ഇരുണ്ട കടൽ, ബഹ്റത്ത് അൽ മുസ്ലിം എന്നായിരുന്നു. ആരും അതിന്റെ അങ്ങേയറ്റം കണ്ടിരുന്നില്ല. അവിടെ എത്താൻ ശ്രമിച്ചവരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ അബൂബക്കർ രണ്ടാമന്റെ മനസ്സിൽ അതൊരു വെല്ലുവിളിയായി മാറി. അദ്ദേഹം തന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുമായും നാവികരുമായി നിരന്തരം ചർച്ചകൾ നടത്തി. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു നിന്നും യാത്ര തുടങ്ങിയാൽ എവിടെ എത്തുമെന്ന് അദ്ദേഹം ചോദിച്ചു. പലരും നിശബ്ദരായിരുന്നു. ചിലരത് അസാധ്യമാണെന്ന് പറഞ്ഞു. കടലിൽ ഭീകര ജീവികളുണ്ടെന്നും കപ്പലുകളെ വിഴുങ്ങുന്ന ചുഴികളുണ്ടെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ രാജാവിന്റെ മനസ്സിലെത്തി അണഞ്ഞില്ല. ഒരു ദിവസം അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. ഇരുണ്ട കടലിന്റെ രഹസ്യം കണ്ടെത്താൻ ഒരു സംഘത്തെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് കേവലം ഒരു ചെറിയ യാത്രയായിരുന്നില്ല. 100 കണക്കിന് വഞ്ചികൾ, 1000 ആളുകൾ, മാസങ്ങളോളം ഭക്ഷിക്കാനുള്ള ധാന്യങ്ങളും ഉണക്കിയ മാംസവും ശുദ്ധജലം നിറച്ച വലിയ മൺപാത്രങ്ങളും അവർ കരുതി. സ്വർണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കൈമാറ്റത്തിനായി കൂടെയെടുത്തു. ആ കപ്പൽപ്പടയുടെ തലവനെ വിളിച്ച് അബൂബക്കർ രണ്ടാമൻ ഇങ്ങനെ പറഞ്ഞു: കടലിന്റെ അങ്ങേയറ്റം കാണുന്നതുവരെ നിങ്ങൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും തീരുന്നതുവരെ. അതുവരെ മടങ്ങി വരരുത്. അതൊരു കൽപ്പനയായിരുന്നു, രാജാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയ ദൗത്യം. നിയാനിയുടെ തീരത്തു നിന്നും ആ വലിയ കപ്പൽ പടയാത്ര തിരിച്ചു. ജനങ്ങളത് അത്ഭുതത്തോടെയും അല്പം ഭയത്തോടെയും നോക്കി നിന്നു. നൈജർ നദിയിലൂടെ അവർ പടിഞ്ഞാറോട്ട് നീങ്ങി ഒടുവിൽ അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. കൊട്ടാരത്തിലെ ആളുകൾ ആ യാത്രയെക്കുറിച്ച് മറന്നു തുടങ്ങിയിരുന്നു. രാജാവിന്റെ സ്വപ്നം കടലെടുത്തുവെന്നവർ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കപ്പൽ പടയിൽ നിന്നും ഒരേ ഒരു വഞ്ചി തീർത്തും തകർന്ന അവസ്ഥയിൽ തീരത്തണഞ്ഞു. അതിൽ എല്ലും തോലുമായി ഒരേ ഒരു മനുഷ്യൻ മാത്രം അവശേഷിച്ചിരുന്നു. അയാളെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. ക്ഷീണിച്ച സ്വരത്തിൽ അയാൾ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു പ്രഭു, മാസങ്ങളോളം. ഒരുനാൾ ഞങ്ങൾ കടലിന്റെ നടുവിൽ ഒരു വലിയ പുഴ പോലെ ഒന്നിനെ കണ്ടു. അതൊരു ഭീമാകാരമായ ഒഴുത്തായിരുന്നു. ഞങ്ങളുടെ കപ്പലുകളെ അത് അതിവേഗം വലിച്ചുകൊണ്ടുപോയി. ഞാൻ പുറകിലായിരുന്നു. ആ ഒഴുക്കിന്റെ ശക്തി കണ്ട് ഞാൻ ഭയന്നു. ഞാൻ എന്റെ വഞ്ചി തിരിച്ചു. മറ്റുള്ളവരെല്ലാം ആ ഒഴുക്കിൽപ്പെട്ട് അപ്രത്യക്ഷരായി. എന്തു സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇതുകേട്ട് സദസ്സ് മുഴുവൻ നടുങ്ങി. കടലിന്റെ ഭീകരതയെക്കുറിച്ച് അവർ വീണ്ടും ഓർത്തു. എന്നാൽ അബൂബക്കർ രണ്ടാമന്റെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ വെളിച്ചമായിരുന്നു. ആ ഒഴുക്കിനപ്പുറം ഒരു പുതിയ ലോകമുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ആ നാവികൻ കണ്ടത് ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് അപ്പുറത്തുള്ള കരയിലേക്കുള്ള ഒരു വഴിയാണെന്ന് അദ്ദേഹം കരുതി. ആദ്യത്തെ പരാജയം അദ്ദേഹത്തെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ ശക്തനാക്കി. ഇത്തവണ താൻ തന്നെ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിലും രാജ്യത്തും ആ വാർത്ത
വലിയ ഞെട്ടലുണ്ടാക്കി. ഒരു രാജാവ്, ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപൻ, എല്ലാം ഉപേക്ഷിച്ച് അനിശ്ചിതമായ ഒരു കടൽ യാത്രയ്ക്ക് പോകുകയോ? അത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷേ അബൂബക്കർ രണ്ടാമൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹം മുൻപത്തേതിലും വലിയൊരു കപ്പൽ പടയെ സജ്ജമാക്കി. ഏകദേശം 2000-ഓളം കപ്പലുകൾ. അതിൽ പകുതി പടയാളികൾക്കും നാവികർക്കും വേണ്ടിയുള്ളതും മറുപകുതി ഭക്ഷണവും വെള്ളവും മറ്റു സാധന സാമഗ്രികളും നിറച്ചതുമായിരുന്നു. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് അദ്ദേഹം തന്റെ പിൻഗാമിയെ തീരുമാനിക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. ഏറ്റവും വിശ്വസ്തനും കഴിവുട്ടവനുമായ ഒരാളെ ആ ചുമതല ഏൽപ്പിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചെന്നെത്തിയത് ശാന്തനും എന്നാൽ ദൃഢനിശ്ചയമുള്ള ഒരു ചെറുപ്പക്കാരനിലായിരുന്നു. അവന്റെ പേര് കങ്കൻ മൂസ. രാജകുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അവൻ. ഭരണകാര്യങ്ങളിൽ മിടുക്കൻ, ജനങ്ങളോട് സ്നേഹമുള്ളവൻ. അബൂബക്കർ രണ്ടാമൻ മൂസയെ അരികിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിലൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. മൂസ, ഞാനൊരു യാത്ര പോകുകയാണ്, എന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന്. ഒരുപക്ഷെ ഞാൻ തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ വരാതിരിക്കാം. ഞാൻ മടങ്ങിവരുന്നതുവരെ ഈ മാലി സാമ്രാജ്യത്തിന്റെ ഭരണം നിന്റെ കൈകളിലാണ്. നീയാണ് അടുത്ത മൻസ. ഒരു സാമ്രാജ്യത്തിന്റെ ഭാരം മുഴുവൻ മൂസയുടെ ചുമലുകളിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ആ വാക്കുകൾ. സിംഹാസനം അവനെ തേടി വന്നതാണ്. യുദ്ധം ചെയ്തോ ഗൂഢാലോചന നടത്തിയോ നേടിയതല്ല. ഒരു രാജാവിന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനായി വഴിമാറിക്കൊടുത്ത വലിയ ഒരു ഉത്തരവാദിത്തം. മൂസ തലകുനിച്ചു. രാജകൽപ്പന അവൻ സ്വീകരിച്ചു. അങ്ങനെ ആ ദിവസം എത്തിച്ചേർന്നു. അബൂബക്കർ രണ്ടാമനും അദ്ദേഹത്തിന്റെ കൂറ്റൻ കപ്പൽപ്പടയും പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചു. സ്വർണ്ണക്കിരീടം ഊരിവെച്ച് ഒരു സാധാരണ നാവികന്റെ വേഷത്തിൽ അദ്ദേഹം തന്റെ കപ്പലിന്റെ അമരത്തു നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ തിളങ്ങി നിന്നു. തീരത്ത് മാലിയുടെ പുതിയ ഭരണാധികാരിയായി മാറിയ മൻസ മൂസയും ജനങ്ങളും ആ കാഴ്ച നോക്കി നിന്നു. കപ്പലുകൾ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അവർ അവിടെ തന്നെ നിന്നു. കാറ്റിൽ അവരുടെ പ്രാർത്ഥനകൾ അലിഞ്ഞുചേർന്നു. അബൂബക്കർ രണ്ടാമൻ പിന്നീട് മടങ്ങി വന്നില്ല. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂടെ പോയ ആയിരക്കണക്കിന് ആളുകൾക്കോ എന്തു സംഭവിച്ചുവെന്ന് ചരിത്രത്തിനറിയില്ല. അവർ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ അലിഞ്ഞുചേർന്നോ, അതോ ഏതെങ്കിലും പുതിയ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നോ? ആ രഹസ്യമെന്നും കടലിന്റെ ആഴങ്ങളിൽ ഉറങ്ങുന്നു. മാലിയിൽ കാലം മുന്നോട്ടുപോയി. ആദ്യമൊക്കെ ജനങ്ങൾ തങ്ങളുടെ പഴയ രാജാവിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. ഓരോ കപ്പൽ തീരത്തടുക്കുമ്പോഴും അവർ പ്രതീക്ഷയോടെ ഓടിച്ചെന്നു. പക്ഷെ മാസങ്ങൾ കടന്നുപോയതോടെ ആ പ്രതീക്ഷ മങ്ങിത്തുടങ്ങി. പതിയെ പതിയെ ആളുകൾ തങ്ങളുടെ പുതിയ ഭരണാധികാരിയെ, മൻസ മൂസയെ, പൂർണ്ണമായി അംഗീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു നഷ്ടപ്പെട്ട രാജാവിന്റെ നിഴലിൽ നിന്നും മാലിയുടെ പുതിയ സൂര്യനായി മാൻസ മൂസ ഉദിച്ചുയർന്നു. അവന്റെ ഭരണത്തിൻ കീഴിൽ മാലി സാമ്രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതാപത്തിലേക്ക് നടന്നുകയറാൻ ഒരുങ്ങുകയായിരുന്നു. സ്വർണത്തിന്റെ തിളക്കം ലോകത്തിന്റെ അതിരുകൾ വരെ എത്തിക്കാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. അവൻ സിംഹാസനത്തിലിരുന്നു. അവന്റെ മുന്നിൽ ഒരു വലിയ സാമ്രാജ്യവും അതിലും വലിയ ഭാവിയും കാത്തിരിപ്പുണ്ടായിരുന്നു. നൈജർ നദി പഴയതുപോലെ ഒഴുകി പുതിയ രാജാവിന്റെ കഥകൾക്ക് സാക്ഷിയാകാൻ തയ്യാറായി. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. മാൻസ മൂസയുടെ ഭരണം ആരംഭിച്ചത് നിശബ്ദതയുടെയും കാത്തിരിപ്പിന്റെയും ഒരു പശ്ചാത്തലത്തിലായിരുന്നു. സിംഹാസനം അവകാശപ്പെട്ട രാജാവ് കടലിൽ അപ്രത്യക്ഷനായതിന്റെ നേർത്ത ദുഃഖം കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ തങ്ങിനിന്നു. എന്നാൽ മൂസ ആ നിഴലിൽ ഒതുങ്ങി നിന്നില്ല. അവൻ തന്റെ സാമ്രാജ്യത്തെ അറിയാൻ തുടങ്ങി. അദ്ദേഹം ഒരു ജേതാവായിരുന്നില്ല, മറിച്ച് ഒരു സംഘാടകനായിരുന്നു. വാളിന്റെ ശക്തിയേക്കാൾ അറിവിന്റെയും ക്രമത്തിന്റെയും പ്രാധാന്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിലൂടെ യാത്രകൾ നടത്തി.
നൈജർ നദിയുടെ തീരങ്ങളിലൂടെ പുൽമേടുകൾ താണ്ടി മരുഭൂമിയുടെ വക്കോളം അവൻ സഞ്ചരിച്ചു. ജനങ്ങളുടെ ഭാഷ കേട്ടു, അവരുടെ ജീവിതം കണ്ടു, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. ഒരു രാജാവിന്റെ വരവറിയിക്കുന്ന വലിയ ആരവങ്ങളോടുകൂടിയായിരുന്നില്ല ആ യാത്രകൾ. ഒരു സഞ്ചാരിയുടെ കൗതുകത്തോടെയായിരുന്നു അവൻ ഓരോ ഗ്രാമത്തെയും നഗരത്തെയും സമീപിച്ചത്. അന്ന് അറിവിന്റെ കേന്ദ്രങ്ങളായിരുന്ന ടിംബക്ടൂവിലും ഗാവോയിലും അദ്ദേഹം ദിവസങ്ങളോളം ചെലവഴിച്ചു. അവിടുത്തെ പണ്ഡിതന്മാരുമായി സംസാരിച്ചു. പുരാതന ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന ലൈബ്രറികളിലിരുന്ന് രാത്രികൾ വെളുപ്പിച്ചു. ഇസ്ലാമിക നിയമങ്ങളിലും ഗോളശാസ്ത്രത്തിലും ഗണിതത്തിലും അവൻ അഗാധമായ താൽപ്പര്യം കാണിച്ചു. ഈ യാത്രകളിലാണ് അവൻ തന്റെ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞത്. അത് കേവലം വലിയൊരു സൈന്യമോ വിശാലമായ ഭൂപ്രദേശമോ ആയിരുന്നില്ല. മാലിയുടെ ശക്തി അതിന്റെ രണ്ട് അമൂല്യമായ നിധികളിലായിരുന്നു. തെക്ക് ബംബൂക്ക്, ബൂറേ എന്നിവിടങ്ങളിലെ സ്വർണ്ണഖനികളും വടക്ക് സഹാറയുടെ ഹൃദയഭാഗത്തുള്ള ടഖാസയിലെ ഉപ്പുപാടങ്ങളും. റിങ്ങളൊന്നോർത്തുനോക്കൂ, അക്കാലത്ത് ഉപ്പ് സ്വർണത്തോളം വിലപിടിച്ച ഒന്നായിരുന്നു. മരുഭൂമിയിലെ ചൂടിൽ ശരീരം നിലനിർത്താനും ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപ്പ് അത്യാവശ്യമായിരുന്നു. എന്നാൽ തെക്കൻ പ്രദേശങ്ങളിൽ ഉപ്പ് കിട്ടാനേയില്ലായിരുന്നു. അതേസമയം സ്വർണം അവിടെ സുലഭമായിരുന്നു. വടക്ക് നേരെ തിരിച്ചും. ഈ രണ്ട് വസ്തുക്കളുടെയും വ്യാപാരമായിരുന്നു മാലി സാമ്രാജ്യത്തിന്റെ നട്ടെല്ല്. സഹാറ മരുഭൂമിയിലൂടെ ആയിരക്കണക്കിനൊട്ടകങ്ങളടങ്ങുന്ന വലിയ സംഘങ്ങൾ, കാരവനുകൾ യാത്ര ചെയ്തിരുന്നു. വടക്ക് ടഗാസയിലെ ഉപ്പുപാടങ്ങളിൽ അടിമകൾ വലിയ പാളികളായി ഉപ്പുവെട്ടിയെടുക്കും. പിന്നീട് അത് ഒട്ടകപ്പുറത്ത് കയറ്റി മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന ദുർഘടമായ യാത്രയിലൂടെ തെക്കൻ നഗരങ്ങളിലെത്തിക്കും. അവിടെ വച്ച് ആ ഉപ്പുപാളികൾ സ്വർണ്ണപ്പൊടിക്കും സ്വർണ്ണക്കട്ടകൾക്കുമായി കൈമാറ്റം ചെയ്യപ്പെടും. ഈ വ്യാപാരപാതകൾ സുരക്ഷിതമാക്കുക എന്നതായിരുന്നു മാൻസാ മോസയുടെ ആദ്യത്തെ പ്രധാന ലക്ഷ്യം. അവൻ വഴികളിൽ കാവൽപ്പുരകൾ സ്ഥാപിച്ചു, സൈനികരെ വിന്യസിച്ചു, കച്ചവടക്കാർക്ക് നിർഭയമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യമൊരുക്കി. ഇത് മാലിയുടെ ഖജനാവിലേക്ക് സ്വർണം കുതിച്ചൊഴുകാൻ കാരണമായി. നിയാനിയിലെയും ടിംബക്ടൂവിലെയും കമ്പോടങ്ങൾ സ്വർണം കൊണ്ട് നിറഞ്ഞു. സാധാരണക്കാർ പോലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടന്നു. പക്ഷേ ഈ ഭൗതികമായ സമ്പത്തിനപ്പുറം മാൻസാ മോസയുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അവൻ അഗാധമായ ഈശ്വരവിശ്വാസിയായിരുന്നു. ദിവസവും 5 നേരം പ്രാർത്ഥിച്ചു. ഖുറാൻ പാരായണം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം നാമ്പെടുത്തു. ഇസ്ലാമിന്റെ 5 തൂണുകളിലൊന്നായ ഹജ്ജ് കർമ്മൽ നിർവഹിക്കുക, പുണ്യനഗരമായ മക്കയിലേക്കൊരു തീർത്ഥാടനം നടത്തുക. അതൊരു സാധാരണ തീർത്ഥാടനമായിരിക്കരുത് എന്നവൻ തീരുമാനിച്ചു. അത് മാലി സാമ്രാജ്യത്തിന്റെ പ്രതാപവും സമ്പത്തും ഭക്തിയും ലോകത്തെ അറിയിക്കുന്ന ഒന്നായിരിക്കണം. സഹാറയുടെ തെക്കുള്ള കറുത്ത മനുഷ്യരുടെ ഈ സാമ്രാജ്യത്തെക്കുറിച്ച് അന്നത്തെ ലോകത്തിന്, പ്രത്യേകിച്ച് ഈജിപ്തിനും അറേബ്യയ്ക്കും വലിയ അറിവുകളൊന്നുമുണ്ടായിരുന്നില്ല. അവരെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്ര, അതായിരുന്നു അവന്റെ ലക്ഷ്യം. അങ്ങനെ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ മാലിയിൽ ആരംഭിച്ചു. അതൊരു രാജാവിന്റെ യാത്രയായിരുന്നില്ല, ഒരു നാടൊന്നായി നീങ്ങുന്നതുപോലെയായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാൻസാ മൂസ മക്കയിലേക്ക് പോകുന്നു. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ യാത്രയുടെ ഓരോ വിശദാംശങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി. സഹാറ മരുഭൂമി മുറിച്ചു കടക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, ചുട്ടുപൊള്ളുന്ന പകലും തണുത്തുറഞ്ഞ രാത്രിയും. വഴിയിൽ വെള്ളമോ ഭക്ഷണമോ കണ്ടെത്തുക അസാധ്യം. അതുകൊണ്ട് എല്ലാം മാലിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകണമായിരുന്നു. 60,000 ആളുകളാണ് ആ യാത്രയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതെ, 60,000 പേർ. അതിൽ 12,000 പേർ അവന്റെ അംഗരക്ഷകരും സേവകരുമായിരുന്നു. ഓരോരുത്തരും പേർഷ്യൻ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു, കൈയിൽ സ്വർണത്തിൽ തീർത്ത ദണ്ടുകൾ പിടിച്ചിരുന്നു. അവരുടെ മുന്നിലായി 500 അടിമകളുടെ ഒരു സംഘം നടന്നു. അവരിൽ ഓരോരുത്തരുടെയും കൈയിൽ ഏകദേശം 2 കിലോയോളം ഭാരമുള്ള ഒരു സ്വർണ്ണക്കട്ടിയുണ്ടായിരുന്നു. യാത്രയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായി 100 കണക്കിന് ഒട്ടകങ്ങളെ ഒരുക്കി. അതിൽ 80ഓളം ഒട്ടകങ്ങളെ തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക കാര്യത്തിനായിരുന്നു. ഓരോ ഒട്ടകത്തിന്റെ പുറത്തും ഏകദേശം 130 കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണപ്പൊടി നിറച്ച സഞ്ചികൾ കെട്ടിവെച്ചു. വഴിച്ചെലവിനും ദാനധർമ്മങ്ങൾക്കുമായിരുന്നു ഈ സ്വർണം. മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്കൊടുവിൽ ആ യാത്രയ്ക്ക് സമയമായി. 1324-ൽ നിയാനിയുടെ തെരുവുകൾ ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. തങ്ങളുടെ രാജാവിനെയും ആ മഹാസംഘത്തെയും ഒരു നോക്ക് കാണാൻ അവർ തടിച്ചുകൂടി. അതൊരു കാഴ്ച തന്നെയായിരുന്നു. പടയാളികൾ,
സേവകന്മാർ, പണ്ഡിതന്മാർ, കച്ചവടക്കാർ, വൈദ്യന്മാർ, പാചകക്കാർ, ഒരു വലിയ നഗരം ഒന്നടങ്കം ചലിക്കുന്നതുപോലെ. ആൾക്കൂട്ടത്തിന്റെ തലപ്പത്ത് അലങ്കരിച്ച ഒരു വെള്ളക്കുതിരപ്പുറത്ത് മാൻസാ മൂസയിരുന്നു. അവന്റെ മുഖം ശാന്തമായിരുന്നു. കണ്ണുകളിൽ ഭക്തിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രകാശം നിറഞ്ഞിരുന്നു. അവൻ തന്റെ ജനങ്ങളെ നോക്കി കൈവീശി. ആ യാത്ര തുടങ്ങുകയായിരുന്നു. സഹാറയുടെ അനന്തമായ മണൽക്കടലിലേക്ക്, ചരിത്രത്തിന്റെ താളുകളിലേക്ക്, ലോകത്തിന്റെ ഓർമ്മകളിലേക്ക്. അവർ വടക്കോട്ട് നീങ്ങിത്തുടങ്ങി. ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണികൾ കിലുങ്ങി. കാലടികളുടെ ശബ്ദം മരുഭൂമിയുടെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. പൊടിപടലങ്ങൾ ഒരു സ്വർണ്ണമേഘം പോലെ അവർക്ക് പിന്നിൽ ഉയർന്നു പൊങ്ങി. മാലി സാമ്രാജ്യത്തിന്റെ സ്വർണ്ണത്തിളക്കം ലോകത്തെ കാണിക്കാനുള്ള ആ യാത്രയുടെ ആദ്യ ചുവടുകൾ. സഹാറ, ഭൂമിയിലെ ഏറ്റവും വലിയ മണൽപ്പരപ്പ്. അതൊരു മരുഭൂമി മാത്രമല്ല, ഒരു ലോകം തന്നെയായിരുന്നു. പകൽ സൂര്യൻ അഗ്നിഗോളം പോലെ കത്തിജ്വലിക്കും, മണൽത്തരികൾ സ്വർണം പോലെ തിളങ്ങുമെങ്കിലും കാലുകുത്തിയാൽ പൊള്ളുന്ന ഒരു സ്വർണ്ണ നരകം. രാത്രിയിലോ ആകാശം 1000 നക്ഷത്രങ്ങളെക്കൊണ്ട് നിറയും, പക്ഷേ തണുപ്പ് മജ്ജയെപ്പോലും മരവിപ്പിക്കുന്നതായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പുപോലും കണ്ടെത്താൻ പ്രയാസമുള്ള ആ മണൽക്കടലിലേക്കാണ് മാൻസാ മൂസയുടെ സംഘം പ്രവേശിച്ചത്. 60,000 ആളുകൾ. അതൊരു ചെറിയ സംഘമായിരുന്നില്ല. നിരനിരയായി അവർ നടന്നു നീങ്ങുമ്പോൾ ആ മരുഭൂമിയിൽ അതൊരു പുതിയ നദി രൂപപ്പെട്ടതുപോലെ തോന്നി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒരു നദി. അവരുടെ കാൽപ്പാടുകൾ മണലിൽ പുതിയ വഴികൾ തീർത്തു. ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണിനാദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. യാത്രയുടെ തുടക്കത്തിൽ എല്ലാവരിലും ഒരു ആവേശമുണ്ടായിരുന്നു, പുണ്യഭൂമിയിലേക്കുള്ള യാത്രയുടെ ആവേശം. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുന്തോറും സഹാറ അതിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തുടങ്ങി. ദൂരെ മരീചികകൾ വെള്ളിത്തടാകങ്ങൾ പോലെ തോന്നിപ്പിച്ചു. പക്ഷേ അങ്ങോട്ടോടിയെത്തുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണൽ മാത്രം. വഴിയിൽ ഒട്ടകങ്ങളുടെയും മനുഷ്യരുടെയും അസ്ഥികൂടങ്ങൾ അവർ കണ്ടു. മരുഭൂമിയുടെ ക്രൂരതയുടെ നിശബ്ദമായ ഓർമ്മപ്പെടുത്തലുകൾ. പക്ഷേ മാൻസാ മൂസയുടെ സംഘം സാധാരണക്കാരായ യാത്രക്കാരായിരുന്നില്ല. അതൊരു ചലിക്കുന്ന നഗരമായിരുന്നു. എല്ലാത്തിനും കൃത്യമായ ക്രമീകരണങ്ങളുണ്ടായിരുന്നു. മുന്നിൽ വഴിതാട്ടികളായ മരുഭൂമിയിലെ ഗോത്രവർഗക്കാർ മുന്നിൽ നടന്നു. നക്ഷത്രങ്ങളെ നോക്കി, മണൽക്കുന്നുകളുടെ രൂപം നോക്കി അവർ വഴി തെറ്റാതെ സംഘത്തെ നയിച്ചു. അവർക്ക് പിന്നാലെ പതാകയേന്തിയ പടയാളികൾ, പിന്നെ സ്വർണം ചുമക്കുന്ന അടിമകളും ഒട്ടകങ്ങളും. അതിനു പിന്നാലെ രാജാവും അദ്ദേഹത്തിന്റെ പ്രധാന പരിവാരങ്ങളും. ഏറ്റവും പിന്നിലായി ഭക്ഷണസാധനങ്ങളും വെള്ളവും നിറച്ച ആയിരക്കണക്കിന് ഒട്ടകങ്ങളും അവയുടെ സംരക്ഷകരും. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് അവർ യാത്ര തുടങ്ങും. ഉച്ചയ്ക്ക് സൂര്യൻ തലയ്ക്ക് മുകളിലെത്തുമ്പോൾ അവർ വലിയ കൂടാരങ്ങൾ കെട്ടി വിശ്രമിക്കും. ആ സമയം പാചകക്കാർ ഭക്ഷണം തയ്യാറാക്കും. ധാന്യങ്ങൾ പൊടിച്ച് റൊട്ടിയുണ്ടാക്കി, ഉണക്കമാംസം വേവിച്ച്, ഈന്തപ്പഴങ്ങൾക്കൊപ്പം വിളമ്പി. വെള്ളം വളരെ ശ്രദ്ധയോടെ അളന്നാണ് ഓരോരുത്തർക്കും നൽകിയിരുന്നത്. മാൻസാ മൂസ തന്റെ സ്വർണ്ണക്കൂടാരത്തിൽ ഒതുങ്ങിക്കൂടിയില്ല. അദ്ദേഹം തന്റെ ആളുകളുടെ കൂടെ സമയം ചെലവഴിച്ചു. സാധാരണക്കാരായ പടയാളികളോട് സംസാരിച്ചു. അവരുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. യാത്രയുടെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞു. ഓരോ വെള്ളിയാഴ്ചയും യാത്ര എവിടെയാണോ എത്തിനിൽക്കുന്നത് അവിടെ അവർ കൂടാരങ്ങൾ സ്ഥാപിച്ച് ഒരു താൽക്കാലിക പള്ളി പണിയും. മണലിൽ മുട്ടുകുത്തി തങ്ങളുടെ രാജാവിനൊപ്പം അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ അവർക്ക് മാനസികമായ കരുത്തേകി. അദ്ദേഹത്തിന്റെ ദാനശീലം മരുഭൂമിയിലും തുടർന്നു. വഴിയിൽ കണ്ടുമുട്ടുന്ന പാവപ്പെട്ട നാടോടി ഗോത്രങ്ങൾക്ക് അദ്ദേഹം സ്വർണം നാണയങ്ങളായി നൽകി. വെള്ളമില്ലാതെ വലയുന്നവർക്ക് തന്റെ സംഘത്തിലെ വെള്ളം പങ്കുവച്ചു. മാലിയുടെ രാജാവ് കേവലമൊരു ധനികൻ മാത്രമല്ല, കരുണയുള്ളൊരു ഭരണാധികാരി കൂടിയാണെന്ന് ആ മണൽക്കാടുകൾ തിരിച്ചറിഞ്ഞു. യാത്രയാരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആകാശത്തിന്റെ നിറം പെട്ടെന്ന് മാറി. പടിഞ്ഞാറ് ചക്രവാളത്തിൽ ഒരു മഞ്ഞ നിറം പടർന്നു. വഴികാട്ടികൾ ആകാശത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. സിമുവും അവരിലൊരാൾ പിറുപിറുത്തു. മരുഭൂമിയിലെ വിഷക്കാറ്റ്. നിമിഷങ്ങൾക്കുള്ളിൽ ആകാശം ഇരുണ്ടു. ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. മണൽ വാരിയെറിയുന്നതുപോലെയായിരുന്നു. കാഴ്ച പൂർണ്ണമായും മറഞ്ഞു. ഒട്ടകങ്ങൾ ഭയന്ന് കരഞ്ഞു. ആളുകൾ പരസ്പരം വിളിച്ചുകൂവി. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല. ശ്വാസം മുട്ടിക്കുന്ന പൊടിപടലങ്ങളുള്ള ഒരു ഭിത്തിയായിരുന്നു അത്. എല്ലാവരും നിലത്ത് കമിഴ്ന്നു കിടക്കുക, മുഖം തുണികൊണ്ട് മൂടുക എന്ന് മാൻസാ മൂസയുടെ കമൽ മുഴങ്ങി. രാജാവും സാധാരണക്കാരനും ആ മണൽക്കാട്ടിൽ ഒരുപോലെയായി. അവർ മണലിൽ മുഖം പൂഴ്ത്തിക്കിടന്നു. മണിക്കൂറുകളോളം ആ കാറ്റ് ആഞ്ഞുവീശി. ഒരു ലോകാവസാനം പോലെ തോന്നി. കാറ്റ് ശമിച്ചപ്പോഴവർ മെല്ലെ എഴുന്നേറ്റു. ചുറ്റും നിശബ്ദത. ചില കൂടാരങ്ങൾ പറന്നുപോയിരുന്നു. ഏതാനും അക്കകങ്ങളെ കാണാനില്ലായിരുന്നു. ഭാഗ്യത്തിന് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. ആ രാത്രി അവർ തീ കൂട്ടിയതിനു ചുറ്റുമിരുന്നു. ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അതിജീവിച്ചതിന്റെ ഒരാശ്വാസവുമുണ്ടായിരുന്നു. ആ ദുരന്തത്തെയും അവർ ഒന്നിച്ചു നേരിട്ടു. അങ്ങനെ
നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് മാസങ്ങൾക്ക് ശേഷം അവർ ദൂരെ ഒരു പച്ചപ്പ് കണ്ടു. ഈന്തപ്പനകളുടെ ഒരു കൂട്ടം. അതൊരു മരീചികയായിരുന്നില്ല, സഹാറയിലൊരു മരുപ്പച്ചയായിരുന്നു. തഖാസയിലെ ഉപ്പുപാടങ്ങൾ കഴിഞ്ഞാൽ ഈജിപ്തിലേക്കുള്ള വഴിയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് വാണിജ്യനഗരമായ വലാത്ത. സഹാറയുടെ കഠിനമായ യാത്രയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ആശ്വാസമായിരുന്നു ആ കാഴ്ച. ആളുകളുടെ ക്ഷീണിച്ച മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഒട്ടകങ്ങൾ വേഗത കൂട്ടി. വലാത്തയിലെ ജനങ്ങൾ അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. മരുഭൂമിയിൽ നിന്നും ഒരു സ്വർണ്ണനദി ഒഴുകിവരുന്നതുപോലെ. 60,000 ആളുകളും ആയിരക്കണക്കിനു മൃഗങ്ങളുമടങ്ങുന്ന ആ സംഘം ആ ചെറിയ പട്ടണത്തെ വീർപ്പുമുട്ടിച്ചു. അവർ വലാത്തയിൽ തമ്പടിച്ചു. മാൻസാ മൂസ അവിടത്തെ പള്ളി പുതുക്കിപ്പണിയാൻ ഉത്തരവിട്ടു. അവിടത്തെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം വസ്ത്രങ്ങളും ഭക്ഷണവും സ്വർണവും നൽകി. മാലിയുടെ രാജാവിന്റെ കീർത്തി ആ മരുഭൂമിയിലെ കാട്ടിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. സഹാറയുടെ തെക്ക് ലോകത്തിലെ ഏറ്റവും ധനികനായൊരു രാജാവുണ്ടെന്നും അയാൾ മക്കയിലേക്ക് പോകുകയാണെന്നുമുള്ള വാർത്ത വടക്കൻ ആഫ്രിക്കൻ നഗരങ്ങളിലേക്കും ഈജിപ്തിലേക്കും ഒഴുകിയെത്തി. വലാത്തയിലെ വിശ്രമത്തിനു ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. ഇനി ലക്ഷ്യം കെയ്റോയായിരുന്നു, നൈൽ നദിയുടെ നാട്, അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. സഹാറയുടെ ശൂന്യതയിൽ നിന്നും ഇനി അവർ പ്രവേശിക്കാൻ പോകുന്നത് മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളുടെ ലോകത്തേക്കായിരുന്നു. ആ കൂട്ടിക്കാഴ്ച ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. മാസങ്ങൾ നീണ്ട മരുഭൂമിയിലെ യാത്രയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ അവരുടെ കൺമുന്നിൽ ആ കാഴ്ച തെളിഞ്ഞു. ഒരു പച്ചരേഖ, ചക്രവാളത്തിൽ നേർത്ത ഒരു പച്ചപ്പ്. അതടുത്തേക്ക് വരുംതോറും വലുതായി വന്നു. മരുഭൂമിയുടെ മഞ്ഞനിറം അവസാനിക്കുകയാണ്. ജീവന്റെ തുടിപ്പുള്ള ഒരിടത്തേക്കവർ എത്തിച്ചേരുകയാണ്. അത് നൈൽ നദിയുടെ താഴ്വരയായിരുന്നു. സഹാറയുടെ വരണ്ട കാറ്റ് ശ്വസിച്ചു ശീലിച്ചവർക്ക് നൈൽ നൽകിയ കാറ്റിൽ നന ഉണ്ടായിരുന്നു. മണ്ണിന്റെയും വിളകളുടെയും ഗന്ധമുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അത്രയും വലിയൊരു നദി കാണുന്ന പലരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. നൈജർ പോലെ ശാന്തമായിരുന്നില്ല നൈൽ, അത് കൂടുതൽ ഗംഭീരമായിരുന്നു. അതിന്റെ തീരങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടന്നിരുന്നു. അവർ ഈജിപ്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു. വഴിയിൽ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും കണ്ടുതുടങ്ങി. മൺകുടിലുകൾക്ക് പകരം കല്ലുകൊണ്ട് കെട്ടിയ വീടുകൾ, ഒട്ടകങ്ങൾക്ക് പകരം കുതിരവണ്ടികൾ. ആളുകളുടെ വസ്ത്രധാരണത്തിലും ഭാഷയിലും വലിയ മാറ്റങ്ങൾ. ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിച്ച പ്രതീതിയായിരുന്നു അത്. ഒടുവിൽ അവർ ആ മഹാനഗരത്തിന്റെ ആദ്യ ദൃശ്യം കണ്ടു. കെയ്റോ. ദൂരെ നിന്നേ കാണാമായിരുന്നു പള്ളികളുടെ മിനാരങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നത്. കോട്ടയുടെ കൂറ്റൻ മതിലുകൾ. അതൊരു നഗരമായിരുന്നില്ല, ഒരു സാമ്രാജ്യത്തിന്റെ ഹൃദയമായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്ന്. മാൻസാ മൂസയും അദ്ദേഹത്തിന്റെ 60,000 വരുന്ന സംഘവും കെയ്റോ നഗരത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചില്ല. അത് പ്രായോഗികമായിരുന്നില്ല, സുരക്ഷാപ്രശ്നങ്ങളുമുണ്ടായിരുന്നു. അവർ നഗരത്തിനു പുറത്ത് ചരിത്രമുറങ്ങുന്ന ഗിസയുടെ താഴ്വരയിൽ തമ്പടിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുനിന്ന പിരമിഡുകൾക്ക് താഴെ അവരുടെ കൂടാരങ്ങളുടെ ഒരു പുതിയ നഗരമുയർന്നു. പിരമിഡുകൾ ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും അത്രയും സ്വർണം അവയുടെ തൊട്ടരികിൽ കാണുന്നത്. മാൻസാ മൂസയുടെ വരവ് കെയ്റോയിൽ വലിയ വാർത്തയായിരുന്നു. മരുഭൂമി കടന്നെത്തിയ കറുത്ത രാജാവിനെയും അദ്ദേഹത്തിന്റെ സ്വർണം നിറഞ്ഞ സംഘത്തെയും കുറിച്ച് ആളുകൾ അത്ഭുതത്തോടെ സംസാരിച്ചു. ഈ വാർത്ത കെയ്റോ ഭരിച്ചിരുന്ന മംലൂക്ക് സുൽത്താൻ അൽ നാസിർ മുഹമ്മദിന്റെ ചെവിയിലുമെത്തി. സുൽത്താൻ ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം തന്റെ ദൂതനെ മാൻസാ മൂസയുടെ അടുത്തേക്കയച്ചു, കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്. പക്ഷെ ആ ക്ഷണത്തിൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു. മംലൂക്ക് കൊട്ടാരത്തിലെ നിയമപ്രകാരം സുൽത്താന്റെ മുന്നിലെത്തുന്ന ഏതൊരു വിദേശ ഭരണാധികാരിയും നിലം തൊട്ടു വന്ദിക്കണം. അതൊരു ബഹുമാന പ്രകടനമായിരുന്നു. എന്നാൽ ഈ നിബന്ധന മാൻസാ മൂസയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. അദ്ദേഹം തന്റെ ദൂതൻ വഴി ഇങ്ങനെ മറുപടി നൽകി: ഞാനൊരു തീർത്ഥാടകനാണ്. മാലി എന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഞാൻ ഭൂമിയിൽ തലകുനിയുന്നത് എന്റെ ദൈവമായ അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കും. ഇതൊരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. സുൽത്താന് അതൊരു അപമാനമായി തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ കൂടുതൽ പ്രായോഗികമായി ചിന്തിച്ചു. മരുഭൂമി കടന്ന് ഇത്രയും വലിയൊരു സംഘവുമായി, കണക്കില്ലാത്ത സ്വർണവുമായി എത്തിയ ഈ രാജാവ് ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തെ പിണക്കുന്നത് ബുദ്ധിയല്ല. മാത്രമല്ല,
അദ്ദേഹവും ഒരു മുസ്ലിം ഭരണാധികാരിയാണ്, മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകനുമാണ്. ചർച്ചകൾ നടന്നു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. മാൻസാ മൂസയ്ക്ക് ആചാരപരമായ വന്ദനം ഒഴിവാക്കാൻ സുൽത്താൻ സമ്മതിച്ചു. അങ്ങനെ മാൻസാ മൂസ കെയ്റോയിലെ സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അംഗരക്ഷകരും ഉപദേശകരും മാത്രം. കെയ്റോയുടെ തെരുവുകളിലൂടെ ആ സംഘം കടന്നുപോകുമ്പോൾ വഴിയരികിൽ ജനങ്ങൾ തടിച്ചുകൂടി. മാലിയിൽ നിന്നുള്ള ആളുകളുടെ കറുത്ത നിറവും അവരുടെ തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങളും കൈകളിലെ സ്വർണ്ണദണ്ഡുകളും കണ്ട് അവർ വിസ്മയിച്ചു. സുൽത്താന്റെ കൊട്ടാരം അതിഗംഭീരമായിരുന്നു. മാർബിൾ തൂണുകൾ, വർണ്ണച്ചില്ലുകൾ പതിപ്പിച്ച ജനലുകൾ, വിലകൂടിയ പരവതാനികൾ. സുൽത്താൻ അൽ നാസിർ മുഹമ്മദ് തന്റെ സ്വർണ്ണസിംഹാസനത്തിലിരുന്നു. മാൻസാ മൂസ ആ വലിയ മുറിയിലേക്ക് പ്രവേശിച്ചു. ഒരു നിമിഷം എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു. മാൻസാ മൂസ മെല്ലെ മുന്നോട്ടു നടന്നു. സുൽത്താന്റെ സിംഹാസനത്തിനരികിലെത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിലത്തു മുട്ടുകുത്തി നെറ്റി തറയിൽ മുക്കിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചു. എന്നിട്ടെഴുന്നേറ്റ് സുൽത്താനോട് പറഞ്ഞു, "എന്റെ ഈ പ്രണാമം എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ്." ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. അതിലൂടെ അദ്ദേഹം സുൽത്താന്റെ നിയമം തെറ്റിച്ചില്ല, എന്നാൽ തന്റെ വാക്ക് മാറ്റിയുമില്ല. സുൽത്താൻ പുഞ്ചിരിച്ചു. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റുവന്ന് മാൻസാ മൂസയെ ആലിംഗനം ചെയ്തു. രണ്ടു വലിയ ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. മാൻസാ മൂസ നൽകിയ സമ്മാനങ്ങൾ കണ്ട് സുൽത്താൻ പോലും അത്ഭുതപ്പെട്ടുപോയി. ശുദ്ധമായ സ്വർണത്തിൽ തീർത്ത പാത്രങ്ങൾ, ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, മാലിയിൽ മാത്രം കാണുന്ന അപൂർവ മൃഗങ്ങളുടെ തോലുകൾ. ആ കൂടിക്കാഴ്ചയ്ക്കു ശേഷം മാൻസാ മൂസയ്ക്കും സംഘത്തിനും കെയ്റോയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ കെയ്റോയിൽ 3 മാസത്തോളം തങ്ങി. ആ ദിവസങ്ങളിൽ കെയ്റോയുടെ തെരുവുകൾ സ്വർണം കൊണ്ട് നിറഞ്ഞു. മാൻസാ മൂസ ഒരു അതിഥിയായിരുന്നില്ല, ഒരു ദാതാവായിരുന്നു. അദ്ദേഹം കണ്ടുമുട്ടിയ ഓരോ പാവപ്പെട്ടവനും അദ്ദേഹം സ്വർണ്ണനാണയങ്ങൾ നൽകി. പള്ളികൾക്കും ആശുപത്രികൾക്കും അനാഥാലയങ്ങൾക്കും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തുമ്പോൾ പള്ളിയിലുള്ള എല്ലാവർക്കും അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. 12,000 വരുന്ന സേവകർ കെയ്റോയിലെ അങ്ങാടികളിലേക്കൊഴുകിയെത്തി. ഖാൻ അൽ ഖലീലി പോലുള്ള പ്രശസ്തമായ കമ്പോളങ്ങളിൽ അവർ കയറിയിറങ്ങി. അവർ വിലപേശിയില്ല, ചോദിക്കുന്ന വില കൊടുത്തു, അതും സ്വർണത്തിൽ. പട്ടുതുണികളും സുഗന്ധദ്രവ്യങ്ങളും ആയുധങ്ങളും പുസ്തകങ്ങളും അവർ വാരിക്കൂട്ടി. കെയ്റോയിലെ കച്ചവടക്കാർക്ക് അതൊരു ചാകരയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇത്രയും സ്വർണം അവർ ഒരുമിച്ച് കണ്ടിട്ടില്ല. സ്വർണം കെയ്റോയുടെ തെരുവുകളിൽ ഒരു സാധാരണ ലോഹം പോലെയായി മാറി. ആളുകൾ സാധനങ്ങൾക്ക് പകരം സ്വർണ്ണക്കട്ടികൾ കൈമാറാൻ തുടങ്ങി. തുടക്കത്തിൽ അതൊരാഘോഷമായിരുന്നു. കെയ്റോ മുഴുവൻ ഒരു ഉത്സവലഹരിയിലായി. പക്ഷേ ആ സ്വർണമഴയ്ക്ക് ഒരു മറുപക്ഷം കൂടിയുണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊന്ന്. കെയ്റോയുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ പോന്ന ഒരു പ്രത്യാഘാതമായിരുന്നു അത്. കെയ്റോയുടെ കമ്പോളങ്ങളിൽ ആദ്യമൊക്കെ അതൊരു ഉത്സവമായിരുന്നു. എന്നാൽ ആഴ്ചകൾ കടന്നുപോകുന്തോറും ആ ഉത്സവത്തിന് പിന്നിലെ അപശ്രുതികൾ പലരും കേട്ടുതുടങ്ങി. നഗരത്തിലെ ഒരു സാധാരണ റൊട്ടി വ്യാപാരിയായിരുന്നു ഹസൻ. എല്ലാ ദിവസവും രാവിലെ അയാൾ ചന്തയിൽ പോയി ഗോതമ്പ് വാങ്ങും. മാലിയിൽ നിന്നുള്ള സംഘം വരുന്നതിനു മുൻപ് ഒരു ചാക്ക് ഗോതമ്പിന് 10 വെള്ളി നാണയങ്ങളായിരുന്നു വില. എന്നാൽ ഇപ്പോൾ ഗോതമ്പ് കച്ചവടക്കാരൻ അവനോട് 20 വെള്ളി നാണയങ്ങൾ ചോദിച്ചു. ഹസൻ അത്ഭുതത്തോടെ ചോദിച്ചു, "എന്താണിത്? ഒറ്റ രാത്രി കൊണ്ട് വില ഇരട്ടിയായോ?" കച്ചവടക്കാരൻ തോളനക്കി. "എല്ലാവരുടെയും കയ്യിലിപ്പോൾ സ്വർണമാണ് ഹസൻ. വെള്ളിക്ക് പഴയ വിലയില്ല. എനിക്ക് കിട്ടുന്ന സ്വർണ്ണനാണയത്തിന് മുൻപത്തേക്കാൾ മൂല്യം കുറവാണ്. അതുകൊണ്ട് എനിക്കും വില കൂട്ടേണ്ടി വരുന്നു." ഹസൻ ഒന്നും മനസ്സിലായില്ല. അവൻ നിരാശയോടെ ഗോതമ്പ് വാങ്ങി മടങ്ങി. അന്ന് കടയിലെത്തിയവരോട് റൊട്ടിയുടെ വില കൂടിയെന്ന് പറയാൻ അവൻ നിർബന്ധിതനായി. പാവപ്പെട്ട പലരും റൊട്ടി വാങ്ങാനാവാതെ മടങ്ങിപ്പോയി. ഹസന്റെ മനസ്സിൽ ഒരു ഭാരം വന്നു നിറഞ്ഞു. നഗരത്തിൽ സ്വർണം നിറഞ്ഞിട്ടും പാവപ്പെട്ടവരുടെ വയറ് നിറയുന്നില്ല. ഇതുതന്നെയായിരുന്നു എല്ലായിടത്തും സംഭവിച്ചത്. തുണിവ്യാപാരികൾ, സുഗന്ധദ്രവ്യ വിൽപ്പനക്കാർ, സാധാരണ കർഷകർ
എല്ലാവരും ഈ മാറ്റം അനുഭവിച്ചു. മാലിയിൽ നിന്നെത്തിയവർ നൽകിയ സ്വർണം കാരണം സ്വർണത്തിന്റെ ലഭ്യത കൂടി. ഒരു സാധനം ഒരുപാടുണ്ടാകുമ്പോൾ അതിന്റെ വില കുറയുമല്ലോ. അതുതന്നെയാണ് സ്വർണത്തിനും സംഭവിച്ചത്. കെയ്റോയിൽ സ്വർണത്തിന്റെ വില കുത്തനെ ഇഴിഞ്ഞു. സ്വർണ്ണ ദിനാർ എന്ന നാണയത്തിന്റെ മൂല്യം കുറഞ്ഞു. അതുകൊണ്ട് ഒരു ദിനാർ കൊടുത്താൽ മുൻപ് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇപ്പോൾ കിട്ടാതായി. കച്ചവടക്കാർ സാധനങ്ങളുടെ വില കൂട്ടി. വിലക്കയറ്റം നഗരത്തെ ശ്വാസം മുട്ടിച്ചു. മാലിയിൽ നിന്നെത്തിയവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അവരുടെ കയ്യിൽ ആവശ്യത്തിനധികം സ്വർണമുണ്ടായിരുന്നു. എന്നാൽ കെയ്റോയിലെ സാധാരണ ജനങ്ങൾ അവരുടെ ചെറിയ സമ്പാദ്യമെല്ലാം വെള്ളിയിലും ചെമ്പിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അവരുടെ സമ്പാദ്യത്തിന്റെ മൂല്യം ഒറ്റയടിക്കില്ലാതായി. കെയ്റോയുടെ ശിരകളിലേക്ക് സ്വർണമുര ലഹരി പോലെ പടർന്നുകയറി. പക്ഷേ ആ ലഹരിക്ക് ശേഷം ഒരു തളർച്ചയുണ്ടായിരുന്നു. വിലയില്ലാത്ത സ്വർണം, അതൊരു വിരോധാഭാസമായിരുന്നു. ഈ വാർത്തകൾ പതിയെ മാൻസാ മൂസയുടെ ചെവിയിലുമെത്തി. തുടക്കത്തിൽ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. താൻ ചെയ്യുന്നതൊരു പുണ്യകർമ്മമാണെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. ദാനം ചെയ്യുന്നത് എങ്ങനെയാണൊരു നാടിന് ദോഷകരമാവുന്നത്? ഒരു രാത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവ്, ഒരു പ്രായം ചെന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കൂടാരത്തിലേക്ക് വന്നു. പ്രഭു, എന്നദ്ദേഹം ശാന്തമായി പറഞ്ഞു, നമ്മുടെ സ്നേഹം ഈ നഗരത്തിനൊരു ഭാരമായി മാറുന്നുവോ എന്ന് ഞാൻ ഭയക്കുന്നു. നമ്മുടെ സ്വർണം അവരുടെ കണ്ണുകളെ മഞ്ഞളിച്ചു, പക്ഷേ അവരുടെ അടുക്കളയിലെ തീ അണയ്ക്കുന്നു. അദ്ദേഹം നഗരത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ചും സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും വിശദീകരിച്ചു. മാൻസാ മൂസ ശ്രദ്ധയോടെ എല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചു. താൻ കാരണം ഒരു ജനത ബുദ്ധിമുട്ടുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ടൊരു തീരുമാനമെടുത്തു. താൻ വരുത്തിവെച്ച ഈ പ്രതിസന്ധിക്ക് താൻ തന്നെ ഒരു പരിഹാരം കാണണം. പിറ്റേ ദിവസം കെയ്റോയിലെ കച്ചവടക്കാർ ഒരു വിചിത്രമായ വാർത്ത കേട്ടു. ലോകത്തിലെ ഏറ്റവും ധനികനായ സ്വർണം വാരി വിതറിയ മാൻസാ മൂസ കെയ്റോയിലെ വ്യാപാരികളിൽ നിന്നും സ്വർണം കടം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതൊരു അവിശ്വസനീയമായ വാർത്തയായിരുന്നു. എല്ലാവരും അമ്പരന്നു. എന്തിനാണ് ഈ മനുഷ്യന് സ്വർണം? അവർ അദ്ദേഹത്തിന് വലിയ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്തു. എത്ര വേണമെങ്കിലും കടം തരാമെന്ന് പറഞ്ഞു. മാൻസാ മൂസ അതെല്ലാം സമ്മതിച്ചു. അദ്ദേഹം കെയ്റോയിലെ പ്രധാന വ്യാപാരികളിൽ നിന്നും വലിയ അളവിൽ സ്വർണം കടം വാങ്ങി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമുണ്ടാക്കുകയായിരുന്നില്ല. വിപണിയിൽ നിന്നും സ്വർണത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതായിരുന്നു. സ്വർണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ അതിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അതൊരു മികച്ച സാമ്പത്തിക തന്ത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ സ്വർണം കടം വാങ്ങുന്നു. ചരിത്രത്തിലെ തന്നെ അപൂർവമായൊരു സംഭവം. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി വിപണിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്വർണത്തിന്റെ വില പതിയെ ഉയരാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം വരുത്തിവെച്ച ആഘാതം അത്ര ചെറുതായിരുന്നില്ല. അത് പൂർണ്ണമായി പഴയപടിയാകാൻ വർഷങ്ങളെടുത്തു. ചരിത്രകാരന്മാർ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാൻസാ മൂസയുടെ ആ സന്ദർശനത്തിനു ശേഷം 12 വർഷത്തോളം ഈജിപ്തിലെയും മധ്യപ്രാച്യത്തെയും സ്വർണ്ണവിപണി തകർച്ചയിലായിരുന്നുവെന്ന്. 3 മാസത്തെ കേരോവാസം അവസാനിക്കുകയായിരുന്നു. ഇനി യാത്രയുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക്, മക്കയിലേക്ക് പോകണം. സംഘം വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. അവർ കേരോ വിടുമ്പോൾ ആ നഗരം പഴയതുപോലെയായിരുന്നില്ല. അത് സ്വർണം കൊണ്ട് കൂടുതൽ സമ്പന്നമായിരുന്നു, പക്ഷേ സാമ്പത്തികമായി അസ്ഥിരമായിരുന്നു. മാൻസാ മൂസ കെയ്റോയ്ക്ക് നൽകിയത് സ്വർണം മാത്രമായിരുന്നില്ല, ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മ കൂടിയായിരുന്നു. ഒപ്പം ഒരു പാഠവും. കരുണയും ദാനവും പോലും അളവില്ലാതെയായാൽ വിപരീത ഫലം ചെയ്യുമെന്ന പാഠം. ആ പാഠം മനസ്സിലുറപ്പിച്ചുകൊണ്ട് കൂടുതൽ ജ്ഞാനത്തോടെ അദ്ദേഹം തന്റെ സംഘത്തെയും കൊണ്ട് അറേബ്യൻ മരുഭൂമിയിലേക്ക്, പ്രവാചകന്റെ നഗരങ്ങളിലേക്ക് യാത്ര തിരിച്ചു. കെയ്റോയുടെ തിരക്കും പ്രതാപവും പിന്നിലുപേക്ഷിച്ച് മാൻസാ മൂസയുടെ സംഘം കിഴക്കോട്ട് നീങ്ങി. അവർ സീനായ് മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. സഹാറയെ അപേക്ഷിച്ച് ഇതൊരു ഭിന്നതരം മരുഭൂമിയായിരുന്നു. മണൽക്കുന്നുകൾക്ക് പകരം ചുവന്ന നിറത്തിലുള്ള പാറക്കെട്ടുകളും മൊട്ടക്കുന്നുകളും. മോശ പ്രവാചകൻ ദൈവവുമായി സംസാരിച്ചുവെന്ന് വിശ്വസിക്കുന്ന സീനായ് പർവ്വതത്തിന്റെ ഓർമ്മകൾ തങ്ങുന്ന മണ്ണ്. ഈ യാത്രയിൽ സംഘത്തിന്റെ സ്വഭാവം മാറിയിരുന്നു. കെയ്റോയിലേക്കുള്ള യാത്ര ഒരു പ്രഖ്യാപനമായിരുന്നു. ഇതൊരു പ്രാർത്ഥനയായിരുന്നു. ആളുകൾക്കിടയിലെ സംസാരം കുറഞ്ഞു. പകരം ഖുറാനിലെ വചനങ്ങൾ ഉരുവിടുന്നതും പ്രവാചകന്മാരുടെ കഥകൾ പറയുന്നതും കേൾക്കാമായിരുന്നു. യാത്രയുടെ ലക്ഷ്യം അടുക്കുന്തോറും
അവരുടെ മനസ്സുകൾ കൂടുതൽ ഏകാഗ്രമായി. ചെങ്കടലിന്റെ തീരത്തുകൂടി യാത്ര ചെയ്ത് അവർ ഒടുവിൽ അറേബ്യൻ ഉപദ്വീപിലേക്ക് പ്രവേശിച്ചു. ഹിജാസിന്റെ മണ്ണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ ഈറ്റില്ലം. അവരുടെ ആദ്യത്തെ പ്രധാന ലക്ഷ്യം മദീനയായിരുന്നു, പ്രവാചകന്റെ നഗരം. പ്രവാചകനായ മുഹമ്മദ് തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ ചെലവഴിച്ചതും അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നതുമായ പുണ്യസ്ഥലം. മദീനയിലേക്കുള്ള അവരുടെ പ്രവേശനം കെയ്റോയിലേതുപോലെയായിരുന്നില്ല. അവിടെ ആർപ്പുവിളികളോ അത്ഭുതം കൂറുന്ന ജനക്കൂട്ടമോ ഉണ്ടായിരുന്നില്ല. മദീന ഒരു തീർത്ഥാടന നഗരമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വിശ്വാസികളെ അത് ദിവസവും കാണുന്നു. മാൻസാ മൂസയും അദ്ദേഹത്തിന്റെ സംഘവും ആ തീർത്ഥാടകരുടെ പ്രവാഹത്തിലൊരംശം മാത്രമായി. അവർ പ്രവാചകന്റെ പള്ളിയിലേക്ക് നടന്നു. ആ പള്ളിയുടെ അകത്തേക്ക് കടന്നപ്പോൾ മാൻസാ മൂസയുടെ ലോകം നിശ്ചലമാകുന്നതുപോലെ തോന്നി. പുറത്തെ ചൂടിൽ നിന്നും വ്യത്യസ്തമായി അകത്തൊരു തണുപ്പുണ്ടായിരുന്നു, ശാന്തതയുണ്ടായിരുന്നു. വിലപിടിച്ച പരവതാനികളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുന്നു. ചിലർ ഖുറാൻ പാരായണം ചെയ്യുന്നു, മറ്റു ചിലർ നിശബ്ദമായി ധ്യാനിക്കുന്നു. ഇവിടെ സ്വർണത്തിന്റെ തിളക്കമായിരുന്നില്ല, വിശ്വാസത്തിന്റെ വെളിച്ചമായിരുന്നു നിറഞ്ഞുവെന്നത്. പ്രവാചകന്റെ ഖബറിടത്തിനടികിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദീർഘനേരം പ്രാർത്ഥിച്ചു. ഒരു സാമ്രാജ്യത്തിന്റെ ഭാരം ചുമക്കുന്ന രാജാവായിരുന്നില്ല അപ്പോൾ അദ്ദേഹം. തന്റെ വിശ്വാസത്തിന്റെ ഉറവിടം തേടിയെത്തിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം. മദീനയിൽ താമസിച്ച ദിവസങ്ങളിൽ മാൻസാ മൂസ ഒരു സാധാരണ തീർത്ഥാടകനായി ജീവിച്ചു. അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു, പണ്ഡിതന്മാരുമായി സംസാരിച്ചു, നഗരത്തിന് പാവപ്പെട്ടവർക്ക് ദാനം നൽകി. പക്ഷേ കെയ്റോയിൽ സംഭവിച്ചതുപോലെയുള്ള ധാരാളിത്തം അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ ദാനം വിവേചനത്തോടെയായിരുന്നു. പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്കും അറിവ് നേടുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിനും അദ്ദേഹം വലിയ തുകകൾ നൽകി. മദീനയിലെ ആത്മീയമായ ദിനങ്ങൾക്ക് ശേഷം യാത്രയുടെ അവസാന ഘട്ടത്തിന് സമയമായി. മക്കയിലേക്ക്, ഹജ്ജിന്റെ കേന്ദ്രബിന്ദുവിലേക്ക്. മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഓരോ തീർത്ഥാടകനും ഇഹ്റാം എന്ന പ്രത്യേകമായൊരവസ്ഥയിലേക്ക് മാറണം. അതൊരു ശാരീരികവും മാനസികവുമായൊരൊരുക്കമാണ്. മാൻസാ മൂസയും ആ നിയമം പാലിച്ചു. സാമ്രാജ്യത്തിന്റെ പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും തലപ്പാവും അദ്ദേഹം അഴിച്ചുവെച്ചു. എന്നിട്ട് തുന്നലുകളില്ലാത്ത 2 വെള്ളത്തുണിക്കഷ്ണങ്ങൾ മാത്രം ധരിച്ചു, ഒന്നരയിലും മറ്റൊന്ന് തോളിലുമായി. ആ നിമിഷം അദ്ദേഹം തന്റെ പദവികളെല്ലാം ഉപേക്ഷിച്ചു. മാലിയുടെ മനസ്സ അപ്രത്യക്ഷനായി. പകരം അല്ലാഹുവിന്റെ ഒരടിമ മാത്രമായി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആയിരക്കണക്കിന് പുരുഷന്മാരും അതേ വേഷം ധരിച്ചു. രാജാവെന്നോ ഭൃത്യനെന്നോ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാഴ്ച. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഒരു ഫക്കീറിനെപ്പോലെ, ലളിതമായ വസ്ത്രത്തിൽ. മനുഷ്യരെല്ലാം ദൈവത്തിനു മുന്നിൽ തുല്യരാണെന്ന വലിയ സന്ദേശമായിരുന്നു അത്. ഇഹ്റാമിൽ പ്രവേശിച്ചതോടെ അവരുടെ ചുണ്ടുകളിൽ തൽബിയ മുഴങ്ങാൻ തുടങ്ങി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല, ഞാനിതാ വന്നിരിക്കുന്നു. ആ പ്രാർത്ഥന മരുഭൂമിയിൽ അലയടിച്ചു. ഒരു മനസ്സോടെ, ഒരു മന്ത്രവുമായി അവർ മക്കയിലേക്ക് നടന്നു. ഓരോ ചുവടുവെപ്പിലും അവരുടെ ഹൃദയമിടിപ്പ് കൂടി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ദൂരെയൊരു താഴ്വരയിൽ മലകളാൽ ചുറ്റപ്പെട്ടൊരു നഗരം അവർ കണ്ടു, മക്ക. അവരുടെ കാൽച്ചുവടുകൾക്ക് വേഗത കൂടി. നഗരത്തിലേക്ക് പ്രവേശിച്ച അവർ വിശുദ്ധമായ പള്ളിയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു. പള്ളിയുടെ വലിയ കവാടം കടന്നവർ അകത്തെ സഹനിലേക്ക് പ്രവേശിച്ചു. 10,000കണക്കിനു മനുഷ്യർ വെള്ളവസ്ത്രം ധരിച്ച് ഒരേ ദിശയിലേക്കൊഴുകി നീങ്ങുന്നു. അവരുടെയെല്ലാം നോട്ടം ഒരിടത്തേക്ക്. മാൻസാ മൂസ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ടു നോക്കി. അതാ അവന്റെ കൺമുന്നിൽ കഅബ, കറുത്ത പട്ടുകൊണ്ടു മൂടിയ സമചതുലാകൃതിയിലുള്ള ആ പുരാതന മന്ദിരം, ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനയിൽ അഭിമുഖീകരിക്കുന്ന കേന്ദ്രം. പുസ്തകങ്ങളിൽ വായിച്ച, കഥകളിൽ കേട്ട, സ്വപ്നങ്ങളിൽ കണ്ട ആ രൂപം ഇപ്പോൾ കൺമുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അദ്ദേഹം നിലത്തേക്ക് മുട്ടുകുട്ടി. അദ്ദേഹത്തിന്റെ നെറ്റി തറയിൽ തട്ടി. സഹാറയുടെ തീയും കെയ്റോയുടെ പ്രലോഭനങ്ങളും മദീനയുടെ ശാന്തതയും കടന്നുവന്ന ആ നീണ്ട യാത്ര അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഒരു രാജാവല്ല,
ഒരു പിതാവല്ല, ഒരു ഭരണാധികാരിയല്ല, കേവലമൊരു മനുഷ്യൻ. തന്റെ സ്രഷ്ടാവിന്റെ ഭവനത്തിനു മുന്നിൽ വിനയത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ. കഅബയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം മാൻസാ മൂസ എഴുന്നേറ്റു. അദ്ദേഹം ആ ജനസമുദ്രത്തിൽ അലിഞ്ഞുചേർന്നു. ലക്ഷക്കണക്കിനു ശരീരങ്ങൾ ഒരൊറ്റ ഹൃദയമായി കഅബയെ ചുറ്റിക്കൊണ്ടിരുന്നു. തവാഫ് എന്ന ആ പ്രദക്ഷിണത്തിൽ ചേർന്നപ്പോൾ മാൻസാ മൂസയുടെ വ്യക്തിത്വം ഇല്ലാതായി. മാലിയുടെ അതിരുകളോ, സിംഹാസനത്തിന്റെ ഭാരമോ, സ്വർണത്തിന്റെ തിളക്കമോ അവിടെയുണ്ടായിരുന്നില്ല. പേർഷ്യക്കാരനും ആഫ്രിക്കക്കാരനും ഇന്ത്യക്കാരനും അറബിയും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആ വലിയ മനുഷ്യനദിയിലെ ഒരു തുള്ളി മാത്രമായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനകളുടെ ഒരു മർമ്മരം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. കാലം നിശ്ചലമായതുപോലെ ആദിമമനുഷ്യനായ ഇബ്രാഹിം നബിയുടെ കാലം മുതൽ തുടരുന്ന ഒരനുഷ്ഠാനത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നായി അദ്ദേഹം പൂർത്തിയാക്കി. സഫാ മർവ കുന്നുകൾക്കിടയിലോടി ആയിരക്കണക്കിനു വർഷങ്ങൾക്കു മുൻപ് തന്റെ മകന് ദാഹജലത്തിനായി ഓടിയ ഹാജറ ബീവിയുടെ ഓർമ്മ പുതുക്കി. അറഫാ മൈതാനത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരോടൊപ്പം സൂര്യാസ്തമയം വരെ പ്രാർത്ഥനയിൽ മുഴുകി. ആ തുറന്ന മൈതാനത്ത് ചുട്ടുപൊള്ളുന്ന സൂര്യനു താഴെ ദൈവത്തിനു മുന്നിൽ എല്ലാവരും തുല്യരായിരുന്നു. അവിടെ നിന്നുകൊണ്ട് മാൻസാ മൂസ എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? കൂടുതൽ സമ്പത്തിനോ അധികാരത്തിനോ വേണ്ടിയായിരിക്കില്ല. ഒരുപക്ഷേ താൻ ഭരിക്കുന്ന ജനങ്ങൾക്കു വേണ്ടിയായിരിക്കും. തന്റെ യാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോര പിഴവുകൾക്ക് മാപ്പിനായിരിക്കാം. മാലി സാമ്രാജ്യത്തെ നീതിയോടെ ഭരിക്കാനുള്ള ജ്ഞാനത്തിനായിരിക്കാം. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചപ്പോൾ തീർത്ഥാടകർ ഇഹ്റാമിന്റെ വെള്ളവസ്ത്രം മാറി സാധാരണ വേഷത്തിലേക്ക് മടങ്ങി. മാൻസാ മൂസ വീണ്ടും മാലിയുടെ രാജാവിന്റെ വേഷമണിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിയിരുന്നു. ആ യാത്ര അദ്ദേഹത്തിന്റെ പുറം ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. ഹജ്ജ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അദ്ദേഹം മക്കയിൽ തങ്ങി. വെറുതെ ഇരിക്കുകയായിരുന്നില്ല അദ്ദേഹം. കൈറോയിലേതുപോലെ സ്വർണം വിതരണം ചെയ്യുക എന്നതിലുപരി അറിവും ആശയങ്ങളും ശേഖരിക്കാനാണ് അദ്ദേഹം ആ സമയം ഉപയോഗിച്ചത്. മക്ക അക്കാലത്ത് ലോകത്തിന്റെ ഒരു സംഗമസ്ഥാനമായിരുന്നു. ബാഗ്ദാദിൽ നിന്നും, ഡമാസ്കസിൽ നിന്നും, സ്പെയിനിലെ അൽ അന്തലൂസിൽ നിന്നും, പേർഷ്യയിൽ നിന്നുമുള്ള പണ്ഡിതന്മാരും കവികളും വാസ്തുശില്പികളും നിയമജ്ഞരും അവിടെ എത്തിയിരുന്നു. മാൻസാ മൂസ അവരെയെല്ലാം തന്റെ കൂടാരത്തിലേക്ക് ക്ഷണിച്ചു. അവരുമായി ദീർഘനേരം സംസാരിച്ചു. അവരുടെ നാടുകളിലെ ഭരണരീതികളെക്കുറിച്ചും കെട്ടിട നിർമ്മാണ ശൈലികളെക്കുറിച്ചും പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. മാലിയിലെ മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ലളിതമായ കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് ലോകത്തിലെ മികച്ച വാസ്തുവിദ്യകൾ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ടിംബക്ടുവിനെ ഒരു വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം അബൂ ഇസ്ഹാഖ് അൽ സാഹിലി എന്ന മനുഷ്യനെ കണ്ടുമുട്ടിയത്. സ്പെയിനിലെ ഗ്രനാഡയിൽ നിന്ന് വന്ന ഒരു കവിയും വാസ്തുശില്പിയുമായിരുന്നു അദ്ദേഹം. അൽ അന്തലൂസിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സൗന്ദര്യവും സങ്കീർണതയും അദ്ദേഹത്തിന്റെ വാക്കുകളിലും വരകളിലും നിറഞ്ഞിരുന്നു. കൂർത്ത കമാനങ്ങളും സങ്കീർണമായ ജാമിതീയ പാറ്റേണുകളും വർണ്ണ ടൈലുകളും ചേർന്ന ആ നിർമ്മാണ രീതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ മാൻസാ മൂസ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഒരു ദിവസം മാൻസാ മൂസ അൽ സാഹിലിയെ തനിച്ച് കാണാൻ ക്ഷണിച്ചു. അൽ സാഹിലി, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളിൽ ഞാൻ കെട്ടിടങ്ങളല്ല, സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്റെ രാജ്യത്തും അത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? അൽ സാഹിലി ഒന്നു സംശയിച്ചു. മാലി, സഹാറയ്ക്ക് തെക്കുള്ള ആ വിദൂര സാമ്രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതൊരപരിചിതമായ ലോകമാണ്. മാൻസാ മൂസ അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചതുപോലെ പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ മാലിയിലേക്ക് വരണം. എന്റെ തലസ്ഥാനമായ ടിംബക്ടുവിൽ നിങ്ങൾ പള്ളികൾ പണിയണം, കൊട്ടാരങ്ങൾ രൂപകൽപ്പന ചെയ്യണം. നിങ്ങളുടെ ഭാവനയ്ക്ക് അതിരുകളുണ്ടാവില്ല. പ്രതിഫലമായി നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്വർണം ഞാൻ തരാം. അതൊരു വാഗ്ദാനമായിരുന്നു. ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവസരം. സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഒരു പുതിയ നഗരം രൂപകൽപ്പന ചെയ്യുക. അതിന് പ്രതിഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ സ്വർണം വാഗ്ദാനം ചെയ്യുന്നു. അൽ സാഹിലി ആ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹം മാത്രമല്ല, മറ്റു പല പണ്ഡിതന്മാരെയും നിയമജ്ഞരെയും ഖുറാൻ പണ്ഡിതരെയും മാൻസാ മൂസ തന്റെ കൂടെ മാലിയിലേക്ക് ക്ഷണിച്ചു. അവർക്കെല്ലാം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഹജ്ജ് എന്ന ആത്മീയ യാത്ര ഒരു സാംസ്കാരിക വിപ്ലവത്തിനുള്ള തുടക്കമായി മാറി. തിരികെ പോകാനുള്ള സമയമായി. മക്കയിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ ആ സംഘം വന്നപ്പോഴത്തേക്കാൾ വലുതായിരുന്നു. സ്വർണം ഒരുപാട് ചെലവായിപ്പോയെങ്കിലും
അതിനേക്കാൾ വിലപ്പെട്ട അറിവും മനുഷ്യവിഭവങ്ങളുമായിരുന്നു അവർ തിരികെ കൊണ്ടുപോയത്. ഒട്ടകങ്ങളുടെ പുറത്ത് കൈറോയിൽ നിന്നും മക്കയിൽ നിന്നും വാങ്ങിയ പട്ടുതുണികളും സുഗന്ധദ്രവ്യങ്ങളും മാത്രമല്ല, വിലപ്പെട്ട ഗ്രന്ഥങ്ങളും കെട്ടിടങ്ങളുടെ രൂപരേഖകളും ഉണ്ടായിരുന്നു. മാൻസാ മൂസയുടെ മനസ്സിൽ പുതിയൊരു മാലി സാമ്രാജ്യത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. ടിംബക്ടുവിന്റെ തെരുവുകളിൽ പുതിയ പള്ളികൾ ഉയർന്നു പൊങ്ങുന്നതിന്റെ ചിത്രം. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടിവരുന്ന ഒരു സർവകലാശാലയുടെ ചിത്രം. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള മനുഷ്യരുമായി അദ്ദേഹം തന്റെ നീണ്ട മടക്കയാത്ര ആരംഭിച്ചു. പക്ഷേ മടക്കയാത്ര വന്ന വഴിപോലെ എളുപ്പമായിരുന്നില്ല. പുതിയ വെല്ലുവിളികൾ അവരെ കാത്തിരുന്നു. തിരിച്ചുള്ള യാത്ര ഒരു സ്വപ്നത്തിൽ നിന്നുണർന്ന യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുന്നതുപോലെയായിരുന്നു. മക്കയിലേക്കുള്ള യാത്രയിൽ ഭക്തിയുടെയും പ്രതീക്ഷയുടെയും ഒരു ആവേശമുണ്ടായിരുന്നു. എന്നാൽ മടക്കയാത്രയിൽ ക്ഷീണവും ഗൃഹാതുരത്വവും നിഴലിച്ചു. ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ സംതൃപ്തിയുണ്ടായിരുന്നെങ്കിലും മുന്നിൽ സഹാറയുടെ അനന്തമായ മണൽപ്പരപ്പുകൾ വീണ്ടും താണ്ടണമെന്ന യാഥാർത്ഥ്യവുമുണ്ടായിരുന്നു. കെയ്റോയിൽ നിന്നും മക്കയിലേക്ക് കൊണ്ടുപോയ സ്വർണത്തിന്റെ വലിയൊരു ഭാഗം അവർ ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു. ദാനമായും സമ്മാനമായും കച്ചവടത്തിനുമായി അത് ഒഴുകിപ്പോയി. ഒരു ദിവസം രാജാവിന്റെ ഖജാഞ്ചി ട്രഷറർ കണക്കുകളുമായി അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് ആശങ്കയുണ്ടായിരുന്നു. പ്രഭു എന്ന് ഖജാഞ്ചി മടിച്ചു പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള സ്വർണം മാലി വരെ എത്താനുള്ള ചിലവുകൾക്ക് തികഞ്ഞേക്കില്ല. യാത്ര ഇനിയും മാസങ്ങൾ നീളും. 10,000-കണക്കിന് ആളുകൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും വേണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. മാൻസാ മൂസ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ തന്റെ വീട്ടിലേക്കുള്ള യാത്രാച്ചിലവിനായി പണമില്ലാതെ വിഷമിക്കുക, അതൊരു വിചിത്രമായ അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദാര്യം അദ്ദേഹത്തിന് തന്നെ ഒരു കെണിയായി മാറിയിരുന്നു. കൈറോയുടെ സമ്പദ്വ്യവസ്ഥയെ താറുമാറാക്കിയ മനുഷ്യൻ ഇപ്പോൾ അതേ കൈറോയിലെ വ്യാപാരികളോട് വീണ്ടും കടം ചോദിക്കേണ്ട അവസ്ഥയിലായി. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. എങ്കിലും അദ്ദേഹം പതറിയില്ല. അദ്ദേഹം വീണ്ടും കൈറോയിലെ പണമിടപാടുകാരെ സമീപിച്ചു. ഇത്തവണ ദാതാവായിട്ടായിരുന്നില്ല, ഒരു യാചകനായിട്ടായിരുന്നു. അവർക്ക് അതൊരു വലിയ അവസരമായിരുന്നു. അവർ ഭീമമായ പലിശ നിരക്കുകൾ മുന്നോട്ടുവച്ചു. മാൻസാ മൂസയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. അദ്ദേഹം ആ നിബന്ധനകളെല്ലാം അംഗീകരിച്ച് തന്റെ മടക്കയാത്ര പൂർത്തിയാക്കാൻ ആവശ്യമായ സ്വർണവും വെള്ളിയും കടം വാങ്ങി. മാലിയിൽ തിരിച്ചെത്തിയാലുടൻ പലിശ സഹിതം തിരികെ നൽകാമെന്ന് അദ്ദേഹം വാക്കു നൽകി. പുതിയ യാത്രാസംഘവുമായി കടത്തിന്റെ ഭാരവുമായി അവർ വീണ്ടും സഹാറയിലേക്ക് പ്രവേശിച്ചു. ഇത്തവണ മരുഭൂമിക്ക് കൂടുതൽ ഭീകരതയുണ്ടെന്ന് തോന്നി. അവരുടെ സ്വർണസംഘത്തെക്കുറിച്ചുള്ള കഥകൾ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് മരുഭൂമിയിലെ ഓരോ ഗോത്രത്തിലുമെത്തിയിരുന്നു. കൊള്ളക്കാരായ ട്വാരക് പോരാളികൾ അവരുടെ വഴികളിൽ പതിഞ്ഞിരിക്കുന്നുണ്ടാവാം എന്ന ഭയം എല്ലാവരിലുമുണ്ടായിരുന്നു. അതുകൊണ്ട് മടക്കയാത്രയിൽ സുരക്ഷ വളരെ ശക്തമാക്കി. രാത്രികാലങ്ങളിൽ വലിയൊരു സൈനിക വ്യൂഹം കൂടാരങ്ങൾക്ക് ചുറ്റും കാവൽ നിന്നു. ദൂരെ കുന്നുകളുടെ മുകളിൽ കാണുന്ന ഓരോ വെളിച്ചവും രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുന്ന ഓരോ ശബ്ദവും അവരിൽ സംശയം ജനിപ്പിച്ചു. പല രാത്രികളിലും അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ നിഴലും ഒരു ശത്രുവായി തോന്നി. എങ്കിലും ഭാഗ്യവശാൽ വലിയ ആക്രമണങ്ങളൊന്നും കൂടാതെ അവർക്ക് ആ അപകടം നിറഞ്ഞ വഴികൾ താണ്ടാൻ കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട കഠിനമായ യാത്രയ്ക്കിടയിൽ സംഘത്തിലെ പലരും രോഗം ബാധിച്ചും ക്ഷീണിച്ചും മരിച്ചു. ഒട്ടകങ്ങളും കുതിരകളും വഴിയിൽ തളർന്നു വീണു. ഓരോ മരണവും ആ സംഘത്തിന്റെ മനോവീര്യം കെടുത്തി. എങ്കിലും തങ്ങളുടെ വീട് നൈജറിന്റെ തീരങ്ങൾ അധികം വൈകാതെ എത്തും എന്ന പ്രതീക്ഷ അവരെ മുന്നോട്ടു നയിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ മാലി സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. ദൂരെ തങ്ങളുടെ നാടിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ആളുകളുടെ ക്ഷീണിച്ച മുഖങ്ങളിൽ ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. അവർ മാലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു സന്തോഷവാർത്ത അവരെ തേടിയെത്തി. മാൻസാ മൂസയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സൈന്യാധിപൻ സഗമന്തിയ വടക്കുള്ള തന്ത്രപ്രധാനമായ സോങ്ഖൈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഗാവോ നഗരം പിടിച്ചടക്കിയിരിക്കുന്നു. നൈജർ നദിയുടെ വളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു ഗാവോ. ആ നഗരം കൂടി മാലി സാമ്രാജ്യത്തിന്റെ കീഴിലായതോടെ സഹാറയിലൂടെയുള്ള വ്യാപാരപാതയുടെ പൂർണ്ണ നിയന്ത്രണം മാലിക്ക് ലഭിച്ചു. ഇതറിഞ്ഞ മാൻസാ മൂസ തന്റെ തലസ്ഥാനമായ നിയാനിയിലേക്ക് പോകുന്നതിനു പകരം ഗാവോയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പിടിച്ചടക്കിയ പുതിയ നഗരം നേരിൽ കാണാനും തന്റെ സൈന്യാധിപനെ അഭിനന്ദിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ഗാവോ നഗരം രാജാവിനെ വരവേൽക്കാൻ ഒരുങ്ങിനിന്നു. നഗരകവാടത്തിൽ സൈന്യാധിപൻ സഗമന്തിയെയും ഗാവോയിലെ പ്രമുഖരും അദ്ദേഹത്തെ കാത്തുനിന്നു. മാൻസാ മൂസയും സംഘവും നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതൊരു വിജയഘോഷയാത്രയായി മാറി. ഹജ്ജ് പൂർത്തിയാക്കി ലോകത്തിന്റെ അറിവും കൊണ്ട് മടങ്ങിവരുന്ന, ഒപ്പം ഒരു പുതിയ രാജ്യം കൂടി കീഴടക്കിയ രാജാവായി അദ്ദേഹം ആദരിക്കപ്പെട്ടു.
സഗമന്തിയെ നഗരത്തിന്റെ താക്കോൽ കൂട്ടം അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഗാവോയിലെ രാജാവിന്റെ 2 ആൺമക്കളെ, അലി കോലോനെയും സുലൈമാൻ നാറിനെയും മാലിയോടുള്ള കൂറുറപ്പാക്കാനായി തടവുകാരായി പിടിച്ചു. അവരെ നിയാനിയിലെ കൊട്ടാരത്തിൽ നല്ല രീതിയിൽ വളർത്താൻ മാൻസാ മൂസ ഉത്തരവിട്ടു. അതൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഗാവോയിലെ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ആ ആഘോഷങ്ങൾക്കിടയിലേക്ക് തെക്ക് നിയാനിയിൽ നിന്നും ഒരു ദൂതൻ ഒരു ദുഃഖവാർത്തയുമായി എത്തി. ആ വാർത്ത മാൻസാ മൂസയുടെ വിജയത്തിന്റെ തിളക്കം കെടുത്തിക്കളഞ്ഞു. ഗാവോയിലെ വിജയഘോഷങ്ങൾക്കിടയിൽ നിയാനിയിൽ നിന്നുള്ള ദൂതൻ മാൻസാ മൂസയുടെ അരികിലെത്തി. അവൻ തലകുനിച്ച് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, പ്രഭു, നിയാനിയിൽ നിന്നും ഒരു ദുഃഖവാർത്തയുണ്ട്. അങ്ങ് യാത്ര തിരിച്ചതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ മഹാറാണി ഇനാരി കുനാട്ടെ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ ഒരമ്പ് പോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചു. ചുറ്റുമുള്ള ആഘോഷങ്ങളുടെ ശബ്ദം ഒരു നിമിഷത്തേക്ക് നിലച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. വിജയത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു നിശബ്ദത വന്നു നിറഞ്ഞു. 2 വർഷം നീണ്ട യാത്ര, ലോകത്തിന്റെ അംഗീകാരവും പുതിയ അറിവുകളും വിശാലമായ സാമ്രാജ്യവും, ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നഷ്ടമായിരിക്കുന്നതെന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. തിരികെ ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കാൻ അവൾ ഉണ്ടാവില്ല. ആ രാത്രി ഗാവോയിലെ കൊട്ടാരത്തിൽ അദ്ദേഹം തനിച്ചിരുന്നു. ഒരു സാമ്രാജ്യത്തിന്റെ അധിപന്റെ അല്ല, ഒരു ഭർത്താവിന്റെ ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹം ഗാവോയിൽ നിന്നും തന്റെ തലസ്ഥാനമായ നിയാനിയിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ അദ്ദേഹം അധികം സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മൗനത്തിലായിരുന്നു. അവസാനം അവർ നിയാനിയുടെ അതിരുകളിലെത്തി. 2 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ രാജാവ് മടങ്ങിവരുന്ന കാഴ്ച കാണാൻ നഗരവാസികൾ മുഴുവൻ വഴിയരികിൽ തടിച്ചുകൂടിയിരുന്നു. അവർ ആർപ്പു വിളിച്ചു, പാട്ടുകൾ പാടി. ഒരു ഇതിഹാസ നായകനെപ്പോലെയാണ് അവർ അദ്ദേഹത്തെ വരവേറ്റത്. പക്ഷേ അവർ കണ്ടത് പഴയ രാജാവിനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു. കണ്ണുകളിൽ പുതിയൊരു ജ്ഞാനത്തിന്റെ പ്രകാശവും ഒപ്പം ദുഃഖത്തിന്റെ നേർത്ത നിഴലുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പുതിയ ആളുകളെ അവർ കൗതുകത്തോടെ നോക്കി. വെളുത്ത നിറമുള്ള വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച അൽ-സാഹിലി, അറബി പണ്ഡിതന്മാർ, ഗാവോയിൽ നിന്നും കൊണ്ടുവന്ന രാജകുമാരന്മാർ. മാലി സാമ്രാജ്യം പുറംലോകവുമായി എത്രമാത്രം ഇടപഴകിക്കഴിഞ്ഞുവെന്ന് ആ കാഴ്ച അവർക്ക് മനസ്സിലാക്കിക്കൊടുത്തു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ മാൻസാ മൂസ വിശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. തന്റെ ദുഃഖങ്ങളെ കർമ്മങ്ങളിലൂടെ മറികടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അൽ-സാഹിലിയെയും മറ്റു പണ്ഡിതന്മാരെയും വിളിച്ചുവരുത്തി. മാലി സാമ്രാജ്യത്തിന്റെ ഒരു വലിയ ഭൂപടം അവരുടെ മുന്നിൽ നിവർത്തിവെച്ചു. അദ്ദേഹം ടിംബക്ടു എന്ന നഗരത്തിൽ വിരൽ തൊട്ടു. ഇവിടെ, അദ്ദേഹം പറഞ്ഞു, ഇവിടെയാണ് നമ്മുടെ ഭാവി ഉറങ്ങിക്കിടക്കുന്നത്. ഇതൊരു വ്യാപാര കേന്ദ്രം മാത്രമല്ല, പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ വിജ്ഞാന കേന്ദ്രമായി മാറണം. അദ്ദേഹം അൽ-സാഹിലിയോട് തിരിഞ്ഞു. എനിക്ക് ടിംബക്ടുവിൽ ഒരു വലിയ പള്ളി വേണം. നിങ്ങൾ ഗ്രാനഡയെക്കുറിച്ച് പറഞ്ഞതുപോലെയൊന്ന്. അതിന്റെ മിനാരങ്ങൾ ദൂരെ നിന്ന് കാണണം. മരുഭൂമിയിലെ യാത്രക്കാർക്ക് അതൊരു വഴികാട്ടിയാകണം. ആളുകൾക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനുമുള്ള ഒരിടം നിങ്ങൾക്ക് നിർമ്മിക്കാമോ? അൽ-സാഹിലി പുഞ്ചിരിച്ചു. പ്രഭോ, അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. ഇവിടത്തെ മണ്ണിന്റെ സ്വഭാവവും എന്റെ അറിവും ചേർത്ത് നമുക്ക് പുതിയൊരു നിർമ്മാണ ശൈലി തന്നെ ഉരുവാക്കാം. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ജിങ് വെരിബർ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. അൽ-സാഹിലി അറബിയൻ അണ്ടലൂസിയൻ ശൈലികളും മാലിയിലെ പരമ്പരാഗതമായ മൺകട്ട നിർമ്മാണ രീതിയും സമന്വയിപ്പിച്ചു. ചുട്ടെടുത്ത ഇഷ്ടികകൾ, മരം, ചെളി എന്നിവയുപയോഗിച്ച് അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. മാൻസാ മൂസ താൻ കൊണ്ടുവന്ന പണ്ഡിതന്മാരെ ടിംബക്ടുവിൽ നിയമിച്ചു. അവർക്ക് താമസിക്കാനും പഠിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം വിലപിടിച്ച ഗ്രന്ഥങ്ങൾ ടിംബക്ടുവിലേക്ക് വരുത്തിച്ചു. അവിടെയുണ്ടായിരുന്ന സൻകോർ മദ്രസയെ ഒരു വലിയ സർവകലാശാലയായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹത്തിന്റെ യാത്രയുടെ യഥാർത്ഥ ഫലം അപ്പോഴാണ് മാലി കണ്ടു തുടങ്ങിയത്. അത് സ്വർണത്തിന്റെ രൂപത്തിലായിരുന്നില്ല, അറിവിന്റെ രൂപത്തിലായിരുന്നു. ഒരു തലമുറയെ മുഴുവൻ മാറ്റിമറിക്കാൻ പോന്ന ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് അദ്ദേഹം വിത്തുപാകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്ര അവസാനിച്ചിരുന്നു. എന്നാൽ ആ യാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു പുതിയ യാത്ര
മാലി സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള യാത്ര അപ്പോൾ ആരംഭിക്കുകയായിരുന്നു. മാൻസാ മൂസയുടെ മടങ്ങിവരവോടെ മാലിയിലൊരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു. യാത്രയുടെ ക്ഷീണമോ വ്യക്തിപരമായ നഷ്ടങ്ങളുടെ ദുഃഖമോ അദ്ദേഹത്തെ തളർത്തിയില്ല. പകരം തന്റെ സാമ്രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും മികച്ചതാക്കി മാറ്റാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിൽ നിറഞ്ഞുനിന്നു. അതിന്റെ കേന്ദ്രബിന്ദുവായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ടിംബക്ടു എന്ന നഗരത്തെയായിരുന്നു. അൽ-സാഹിലിയുടെ നേതൃത്വത്തിൽ ടിംബക്ടുവിന്റെ മുഖച്ഛായ തന്നെ മാറിത്തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ജിങ്വെരിബർ പള്ളി അതിന്റെ പൂർണ്ണ പ്രൗഢിയോടെ ഉയർന്നു നിന്നു. അതൊരു സാധാരണ കെട്ടിടമായിരുന്നില്ല. അത് ആകാശത്തിൽ നിന്നും ഇറങ്ങിവന്ന ഒരു കവിത പോലെയല്ല, മറിച്ച് ആഫ്രിക്കൻ മണ്ണിൽ നിന്നും വളർന്നു പൊങ്ങിയ ഒരു പ്രാർത്ഥന പോലെയായിരുന്നു. അതിന്റെ കൂറ്റൻ മിനാരം മരുഭൂമിയിലെ യാത്രക്കാർക്കൊരു വഴികാട്ടിയായി. പുറമേ നിന്നു നോക്കുമ്പോൾ ലളിതമായ മൺകട്ടകളുടെ ഒരു നിർമ്മിതി. എന്നാൽ അകത്ത് അൽ അന്തലുസിലെ കൊട്ടാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കമാനങ്ങളും വെളിച്ചം കടന്നുവരാൻ പാകത്തിന് നിർമ്മിച്ച ജാലകങ്ങളുമായിരുന്നു. മാലിയിലെയും അറേബ്യയിലെയും വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച സംയോജനമായിരുന്നു. അതുപോലെ മാൻസാ മൂസയ്ക്കുവേണ്ടി മദൂഗു എന്ന പേരിൽ ഒരു പുതിയ കൊട്ടാരവും അൽ-സാഹിലി ടിംബക്ടുവിൽ നിർമ്മിച്ചു. കല്ലും ചുട്ടെടുത്ത ഇഷ്ടികകളും ഉപയോഗിച്ച് നിർമ്മിച്ച ആ കൊട്ടാരം ശത്രുക്കൾക്കൊരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് അഭിമാനവുമായിരുന്നു. പക്ഷേ മാൻസാ മൂസയുടെ യഥാർത്ഥ ലക്ഷ്യം കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നില്ല, അറിവ് നിർമ്മിക്കുക എന്നതായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പണ്ഡിതന്മാർ ടിംബക്ടുവിലെ സൻകോർ സർവകലാശാലയ്ക്ക് പുതിയ ജീവൻ നൽകി. അതൊരൊറ്റ കെട്ടിടമായിരുന്നില്ല. ജിങ്വെറിബർ പള്ളിയോടും മറ്റു പള്ളികളോടും ചേർന്നുള്ള നിരവധി സ്വതന്ത്ര പഠന കേന്ദ്രങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അവിടെ പഠിപ്പിക്കാത്ത വിഷയങ്ങളില്ലായിരുന്നു. ഖുർആൻ വ്യാഖ്യാനം, ഇസ്ലാമിക നിയമം എന്നിവയ്ക്ക് പുറമെ ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യം, തത്വശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം അവിടത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അറിവ് തേടി ടിംബക്ടുവിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. കെയ്റോയിൽ നിന്നും, ഫെസിൽ നിന്നും, ഗ്രാനഡയിൽ നിന്നും പോലും ആളുകൾ സഹാറ കടന്നുവന്നു. അറിവിന്റെ ഒഴുക്ക് ആദ്യമായി വടക്കുനിന്ന് തെക്കോട്ടേക്ക് തിരിഞ്ഞൊഴുകുകയായിരുന്നു. ടിംബക്ടുവിന്റെ തെരുവുകളിൽ ഒരു പുതിയ വ്യാപാരം തഴച്ചു വളർന്നു. പുസ്തകങ്ങളുടെ വ്യാപാരം. വിദഗ്ധരായ എഴുത്തുകാർ കൈകൊണ്ട് പകർത്തി എഴുതിയ ഗ്രന്ഥങ്ങൾ സ്വർണത്തേക്കാൾ വിലപിടിച്ചതായി മാറി. ഒരു പുസ്തകത്തിനു പകരമായി അടിമകളെയും കുതിരകളെയും കൈമാറ്റം ചെയ്തു. ടിംബക്ടുവിന്റെ സമ്പത്ത് സ്വർണഖനികളിൽ മാത്രമല്ല, അതിന്റെ ലൈബ്രറികളിലുമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മാൻസാ മൂസയുടെ ഭരണം സാംസ്കാരികമായി മാത്രമല്ല, രാഷ്ട്രീയമായും സമാധാനപരമായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അക്കാലത്തെ ഏറ്റവും വലുതും സുരക്ഷിതവുമായ ഒന്നായി മാറി. പടിഞ്ഞാർ അറ്റ്ലാന്റിക് തീരം മുതൽ കിഴക്ക് ഗാവോ വരെയും വടക്ക് സഹാറയിലും ഉപ്പുപാടങ്ങൾ മുതൽ തെക്ക് സ്വർണഖനികൾ വരെയും അത് വ്യാപിച്ചുകിടന്നു. അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു. സാമ്രാജ്യത്തെ വിവിധ പ്രവിശ്യകളായി തിരിച്ച് ഓരോന്നിനും ഗവർണർമാരെ നിയമിച്ചു. നികുതി പിരിവ് കാര്യക്ഷമമാക്കി. വ്യാപാര പാതകൾ സുരക്ഷിതമാക്കി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മാലിയിൽ നിയമവാഴ്ച ഇത്രയേറെ ശക്തമായിരുന്നുവെന്ന് വർഷങ്ങൾക്ക് ശേഷം ആ വഴി വന്ന പ്രശസ്ത ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, മാലി സാമ്രാജ്യത്തിൽ പൂർണ്ണമായ സുരക്ഷയുണ്ട്. അവിടത്തെ ജനങ്ങൾ അനീതിയെ വെറുക്കുന്നു. അവരുടെ രാജാവ് നീതിയുടെ കാര്യത്തിൽ ഒരു ദയയും കാണിക്കാത്തവനാണ്. അതുകൊണ്ട് ഒരാൾ കൊട്ടയ്ക്ക് ആ രാജ്യം മുഴുവൻ കൊള്ളക്കാരെ ഭയക്കാതെ യാത്ര ചെയ്യാൻ കഴിയും. മാൻസാ മൂസയുടെ കീർത്തി ആഫ്രിക്കയുടെയും അറേബ്യയുടെയും അതിരുകൾ കടന്ന യൂറോപ്പിലുമെത്തി. അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള കഥകൾ വ്യാപാരികളിലൂടെയും സഞ്ചാരികളിലൂടെയും യൂറോപ്പിലെത്തി. സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന സഹാറയ്ക്ക് തെക്കുള്ള ആ നിഗൂഢ സാമ്രാജ്യത്തെക്കുറിച്ച് അവർ അത്ഭുതത്തോടെ സംസാരിച്ചു. 1375-ൽ സ്പെയിനിലെ മജോർക്കയിൽ എബ്രഹാം ക്രസ്ക്വസ് എന്ന ഒരു ഭൂപട നിർമ്മാതാവ് കാറ്റലൻ അറ്റ്ലസ് എന്ന പേരിൽ ഒരു ലോക ഭൂപടം വരച്ചു. അക്കാലത്തെ ഏറ്റവും കൃത്യമായ ഭൂപടങ്ങളിലൊന്നായിരുന്നു അത്. ആ ഭൂപടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ഭാഗത്ത് അദ്ദേഹം ഒരു രാജാവിന്റെ ചിത്രം വരച്ചു ചേർത്തു. ഒരു സിംഹാസനത്തിൽ തലയിൽ സ്വർണ്ണക്കിരീടവും കൈയിലൊരു സ്വർണ്ണച്ചെങ്കോലും മറുകൈയിൽ ഒരു വലിയ സ്വർണ്ണക്കട്ടയും പിടിച്ചിരിക്കുന്ന ഒരു കറുത്ത മനുഷ്യന്റെ ചിത്രം. അതിനടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഈ കറുത്ത പ്രഭുവാണ് മാലിയിലെ മൂസ, ഈ രാജ്യത്തെ സ്വർണത്തിന്റെ അധിപൻ, ഈ നാട്ടിലെ ഏറ്റവും ധനികനും കുലീനനുമായ രാജാവ്. അതായിരുന്നു മാൻസാ മൂസ. യൂറോപ്പിന്റെ ഭാവനയിൽ അദ്ദേഹം സ്വർണത്തിന്റെ പര്യായമായി മാറി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നാൽ കീട്ടുകേൾവിയിലൂടെ ലോകത്തിന്റെ ഓർമ്മയിൽ പതിഞ്ഞുപോയ
ഒരിതിഹാസ പുരുഷൻ. വർഷങ്ങൾ കടന്നുപോയി. മാൻസ മൂസയുടെ തലമുടിയിൽ നരയുടെ വെള്ളിരേഖകൾ വീണു തുടങ്ങി. അദ്ദേഹത്തിന്റെ യാത്രകളുടെ ആവേശം കെട്ടടങ്ങി. പകരം ഒരു ഭരണാധികാരിയുടെ പക്വതയും ശാന്തതയും ആ മുഖത്ത് നിറഞ്ഞു. മാലി സാമ്രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമാധാനപരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. അദ്ദേഹം നട്ടുപിടിപ്പിച്ച വിജ്ഞാനത്തിന്റെ വിത്തുകൾ വലിയ മരങ്ങളായി വളർന്നു. ടിംബക്ടൂവിലെ സൻകോർ സർവകലാശാലയുടെ കീർത്തി ലോകമെമ്പാടും പരന്നു. അക്കാലത്തെ ഒരു ചൊല്ല് ഇങ്ങനെയായിരുന്നു: സഹാറയുടെ വടക്കുപ്പും തെക്ക് സ്വർണവുമാണ് വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനവും വിലപിടിപ്പുള്ള കഥകളും ടിംബക്ടൂവിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തി മാലിക്ക് അന്താരാഷ്ട്രതലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തു. വടക്കൻ ആഫ്രിക്കയിലെ ശക്തരായ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് മൊറോക്കോയിലെ മരിനഡ് സുൽത്താൻമാർ, മാൻസ മൂസയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. ഇരു സാമ്രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥാനപതികൾ യാത്ര ചെയ്തു, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറി. ഇത് സഹാറയിലൂടെയുള്ള വ്യാപാരപാതകളെ കൂടുതൽ സുരക്ഷിതമാക്കി. മാലിയിൽ നിന്നുള്ള സ്വർണം യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്നുള്ള തുണിത്തരങ്ങളും ആയുധങ്ങളും മാലിയിലേക്കും സുഗമമായി ഒഴുകി. പ്രായം കൂടുന്തോറും മാൻസ മൂസ കൊട്ടാരത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. അദ്ദേഹം പണ്ഡിതന്മാരുമായി സംവദിച്ചു, കവികളുടെ കവിതകൾ ആസ്വദിച്ചു, തന്റെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയോടെ കേട്ടു. ടിംബക്ടൂവിലോ ഗാവോയിലോ പണിത ഏതെങ്കിലും പള്ളിയുടെ മിനാരത്തിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം സംതൃപ്തിയോടെ പുഞ്ചിരിക്കും. താൻ തുടങ്ങിയ പ്രവൃത്തികൾ ഫലം കാണുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ കാലശേഷം എന്ത് എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിത്തുടങ്ങി. ഇത്രയും വലിയൊരു സാമ്രാജ്യം, ഇത്രയും വലിയൊരു പൈതൃകം, അത് നിലനിർത്താൻ കഴിവുള്ള ഒരാളെ ആവശ്യമാണ്. അദ്ദേഹം തന്റെ മകനായ മഖാൻ ഒന്നാമനെ അടുത്ത ഭരണാധികാരിയായി പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഒരു ഭരണാധികാരിയുടെ മകനായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ നല്ല രാജാവാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം മഖാനെ തന്നോടൊപ്പം ഭരണകാര്യങ്ങളിലിരുത്തി. ഓരോ തീരുമാനമെടുക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഈ സിംഹാസനം സ്വർണം കൊണ്ടല്ല, ഉത്തരവാദിത്തം കൊണ്ടാണെന്ന് അവൻ മകനെ പഠിപ്പിച്ചു. നീതിയാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ജനങ്ങളുടെ വിശ്വാസമാണ് അവന്റെ ഏറ്റവും വലിയ സൈന്യം. 1337 ഏകദേശം 25 വർഷത്തോളം മാലി ഭരിച്ച ശേഷം മാൻസ മൂസ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ഒരു യുദ്ധത്തിലോ ഗൂഢാലോചനയിലോ ആയിരുന്നില്ല. തന്റെ കൊട്ടാരത്തിൽ സമാധാനപരമായായിരുന്നു ആ അന്ത്യം. ആ വാർത്ത മാലി സാമ്രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. മാലി സാമ്രാജ്യമെന്ന വലിയ മരത്തെ താങ്ങി നിർത്തിയ വേരറ്റുപോയതുപോലെ ജനങ്ങൾക്ക് തോന്നി. ടിംബക്ടൂവിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കവികൾ അദ്ദേഹത്തെക്കുറിച്ച് വിലാപകാവ്യങ്ങൾ രചിച്ചു. അവരദ്ദേഹത്തെ ഒരു രാജാവായി മാത്രമല്ല, ഒരു പിതാവായി, ഒരു വഴികാട്ടിയായി, മാലിക്ക് ലോകഭൂപടത്തിൽ ഒരിടം നേടിക്കൊടുത്ത ഇതിഹാസ പുരുഷനായി കണ്ടു. അദ്ദേഹം മരിക്കുമ്പോൾ മാലി സാമ്രാജ്യം അതിന്റെ പ്രതാപത്തിന്റെ പരമ്യത്തിലായിരുന്നു. സൈനികമായി ശക്തം, സാമ്പത്തികമായി സമ്പന്നം, സാംസ്കാരികമായ ഔന്നത്യത്തിൽ. അദ്ദേഹം അവശേഷിപ്പിച്ചത് സ്വർണത്തിന്റെ കൂമ്പാരങ്ങളായിരുന്നില്ല, മറിച്ച് ജ്ഞാനത്തിന്റെ കെടാത്ത വിളക്കുകളായിരുന്നു. ടിംബക്ടൂവിലെ ലൈബ്രറികളിലെ ഓരോ ഗ്രന്ഥത്തിലും, ജിംഗ്വേരിബർ പള്ളിയുടെ ഓരോ ഇഷ്ടികയിലും, സൻകോർ സർവകലാശാലയിലെ ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും അദ്ദേഹം ജീവിച്ചു. പക്ഷേ ചരിത്രത്തിന്റെ ഗതി പ്രവചനാതീതമാണ്. മഹാനായൊരു രാജാവ് പടുത്തുയർത്തിയ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് അതേപോലെ നിലനിർത്താൻ കഴിയുമോ? മാൻസ മൂസയുടെ മരണത്തോടെ മാലിയിലൊരു യുഗം അവസാനിക്കുകയായിരുന്നു. മറ്റൊരു യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. ഒരു വലിയ മരം വീണാൽ അതിന്റെ നിഴലിൽ വളർന്ന ചെറിയ ചെടികൾക്ക് വെയിൽ താങ്ങാൻ കഴിയാതെ വരുന്നതുപോലെയായിരുന്നു മാൻസ മൂസയ്ക്ക് ശേഷം മാലി സാമ്രാജ്യത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ മകൻ മഖാൻ ഒന്നാമൻ സിംഹാസനത്തിൽ കയറി. അവനൊരു ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നില്ല, പക്ഷേ പിതാവിന്റെ ദീർഘവീക്ഷണവും ഭരണപാടവവും അവനുണ്ടായിരുന്നില്ല. മാൻസ മൂസ ഒരുക്കിയ ശക്തമായ അടിത്തറയിൽ ആ സാമ്രാജ്യം കുറച്ചുനാളും കൂടി മുന്നോട്ടുപോയി. പക്ഷെ അധികം വൈകാതെ ആ വലിയ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ വിള്ളലുകൾ കണ്ടു തുടങ്ങി. മഖാൻ ഭരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ തെക്കുനിന്നുള്ള മോസി ഗോത്രവർഗക്കാർ ടിംബക്ടൂ നഗരം ആക്രമിച്ചു. അവർ ആ വിജ്ഞാനത്തിന്റെ നഗരത്തിന് തീയിട്ടു. വിലപ്പെട്ട ഗ്രന്ഥശാലകൾ കത്തിനശിച്ചു. പണ്ഡിതന്മാർ പലായനം ചെയ്തു. മാൻസ മൂസയുടെ സ്വപ്നങ്ങൾക്കേറ്റ ആദ്യത്തെ വലിയ അടിയായിരുന്നു അത്.
മഖാനുശേഷം മാൻസാമൂസയുടെ സഹോദരനായ സുലൈമാൻ അധികാരത്തിൽ വന്നു. അദ്ദേഹം കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ടിംബക്ടു പുനർനിർമ്മിച്ചു, സാമ്രാജ്യത്തിൽ വീണ്ടും സമാധാനം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മാലി സന്ദർശിച്ചത്. അന്ന് അദ്ദേഹം കണ്ട മാലി മാൻസാമൂസയുടെ പ്രതാപത്തിന്റെ അവസാനത്തെ തിളക്കമായിരുന്നു. അവിടത്തെ നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളുടെ സുരക്ഷയെയും രാജാവിന്റെ പ്രൗഢിയെയും കുറിച്ച് അദ്ദേഹം തന്റെ യാത്രാവിവരണങ്ങളിൽ അത്ഭുതത്തോടെ എഴുതി. എന്നാൽ സുലൈമാന് ശേഷം വന്ന ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അവർക്കിടയിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ തുടങ്ങി. സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒരു കാലത്ത് മാലിക്ക് മുന്നിൽ തലകുനിച്ചു നിന്ന അയൽരാജ്യങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. വടക്ക് ടുവാറെ പോരാളികൾ തഖാസയിലെ പ്രധാനപ്പെട്ട ഉപ്പുപാടങ്ങളുടെ നിയന്ത്രണം പതിയെ കൈക്കലാക്കി. അതോടെ മാലിയുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന തൂൺ ഇളകി. കിഴക്ക് ഗാവോ നഗരം കേന്ദ്രമാക്കി സോങ്ഹായ് ജനത ഒരു പുതിയ ശക്തിയായി ഉയർന്നുവന്നു. വിധിയൊരു വിരോധാഭാസം കാത്തുവച്ചിരുന്നു. ഒരു കാലത്ത് മാൻസാമോസ നിയാനിയിലെ കൊട്ടാരത്തിൽ തടവുകാരായി കൊണ്ടുവന്നു വളർത്തിയ ഗാവോയിലെ രാജകുമാരന്മാരുടെ പിന്തലമുറക്കാരാണ് സോങ്ഹായ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. അവർ മാലിയിൽ നിന്നും പഠിച്ച യുദ്ധതന്ത്രങ്ങളും ഭരണരീതികളും അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തി. അവർ മാലി സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾ കടന്നുപോയി. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മാൻസാമോസ പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യം ചുരുങ്ങി അതിന്റെ പഴയ പ്രതാപത്തിന്റെ ഒരു നിഴൽ മാത്രമായി മാറി. സ്വർണത്തിന്റെ ഖനികൾ വറ്റി, വ്യാപാരപാതകൾ പുതിയ ശക്തികൾ നിയന്ത്രിച്ചു. മാൻസാമോസയുടെ പേര് പതുക്കെ ചരിത്രത്തിൽ നിന്നും ഐതിഹ്യത്തിലേക്ക് വഴിമാറി. യൂറോപ്പിൽ അദ്ദേഹം പഴയ ഭൂപടങ്ങളിലെ ഒരു ചിത്രം മാത്രമായി. സ്വർണ്ണക്കട്ടിയുമായി സിംഹാസനത്തിലിരിക്കുന്ന വിദൂരതയിലെ ഏതോ ഒരു കറുത്ത രാജാവ്. ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ കഥകൾ ഗ്രാമങ്ങളിലെ കഥ പറയുന്ന ഗ്രിയോകളുടെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ജീവിച്ചു. അപ്പോൾ എന്താണ് മാൻസാമോസയുടെ യഥാർത്ഥ പൈതൃകം? അദ്ദേഹം ലോകത്തിന് നൽകിയ സ്വർണമായിരുന്നില്ല അത്. കാരണം ആ സ്വർണം കെയ്റോയിൽ സാമ്പത്തിക പ്രതിസന്ധിയാണുണ്ടാക്കിയത്. കാലക്രമേണ അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം പടുത്തുയർത്തിയ വിശാലമായ സാമ്രാജ്യമായിരുന്നില്ല അത്. കാരണം ആ സാമ്രാജ്യവും കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നുപോയി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൈതൃകം അദ്ദേഹം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു എന്നതിലാണ്. സഹാറയ്ക്ക് തെക്ക് സംസ്കാരമില്ലാത്ത ഗോത്രവർഗക്കാർ മാത്രമല്ല ജീവിക്കുന്നതെന്നും മറിച്ച് ശക്തവും സമ്പന്നവും വിജ്ഞാനത്തിലധിഷ്ഠിതവുമായ ഒരു സംസ്കാരമുണ്ടെന്നും അദ്ദേഹം ലോകത്തെ കാണിച്ചുകൊടുത്തു. മൻസാമൂസയുടെ കഥ സ്വർണത്തിന്റെ കഥയല്ല, അത് ദീർഘവീക്ഷണത്തിന്റെ കഥയാണ്. വിശ്വാസത്തിന്റെ ശക്തിയിൽ, അറിവിന്റെ മൂല്യത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യന്റെ കഥ. തന്റെ സമ്പത്ത് നശിച്ചുപോകാത്ത ഒന്നിൽ നിക്ഷേപിച്ച ഒരു രാജാവിന്റെ കഥ. അറിവിൽ സഹാറയിലെ മണൽക്കാറ്റുകൾ ഇന്നും വീശിയടിക്കുന്നു. നൈജർ നദി പഴയതുപോലെ ഒഴുകുന്നു. മൻസാമൂസയുടെ കാൽപ്പാടുകളെയും അവന്റെ സാമ്രാജ്യത്തിന്റെ കോട്ടകളെയും കാലം മണൽ കൊണ്ട് മൂടിക്കളഞ്ഞു. പക്ഷേ അവൻ കൊളുത്തിവച്ച അറിവിന്റെ ദീപം പൂർണ്ണമായി അണഞ്ഞുപോയിട്ടില്ല. ആ വെളിച്ചത്തിന്റെ നേർത്ത തിരുനാളങ്ങൾ ഈ കഥ കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ശേഷിക്കുന്നു. അങ്ങനെ മൻസാമൂസയുടെ കഥ, ആ സുവർണ ഇതിഹാസം ഇവിടെ പൂർണ്ണമാവുകയാണ്. കഥയുടെ വഴികളിലൂടെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ആഫ്രിക്കയുടെ മണൽക്കാടുകളിൽ നിന്ന് നൈൽ നദിയുടെ തീരങ്ങളിലേക്ക്. സ്വർണം നിറഞ്ഞൊരു സംഘത്തോടൊപ്പം നമ്മളും യാത്ര ചെയ്തു. അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരുടെ പ്രാർത്ഥനകളിലും നമ്മൾ പങ്കുചേർന്നു. ഓരോ കഥയും നമ്മളോട് ചിലത് പറയാതെ പറയുന്നുണ്ട്. ഈ കഥയും നമ്മളോട് പറയുന്നത് ഒന്നുമാത്രം: യഥാർത്ഥ സമ്പത്ത് ഖനികളിൽ നിന്നും കുഴിച്ചെടുക്കുന്നതല്ല, അത് പുസ്തകങ്ങളുടെ താളുകളിലും മനുഷ്യരുടെ നല്ല പ്രവൃത്തികളിലുമാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കാലത്തിനു മായ്ക്കാനാവാത്ത സമ്പത്ത്. സ്വർണത്തിന്റെ തിളക്കം കണ്ണഞ്ചിപ്പിക്കും, പക്ഷേ അത് ശാശ്വതമല്ല. സാമ്രാജ്യങ്ങൾ ഉയരുകയും തകരുകയും ചെയ്യും. എന്നാൽ നല്ല ആശയങ്ങളും പങ്കുവച്ച അറിവും തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന കഥകളും മാഞ്ഞുപോവുകയില്ല. ഇപ്പോൾ രാത്രിയുടെ നിശബ്ദത നമ്മളെ പൊതിയുന്നു. പുറത്തു ലോകം ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കഥയുടെ ഓർമ്മകൾ ഇനി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കട്ടെ. കണ്ണുകളടയ്ക്കൂ. മൻസാമൂസയുടെ ഒട്ടകസംഘത്തിന്റെ കഴുത്തിലെ മണികൾ ഒരു താരാട്ടുപാട്ടുപോലെ മനസ്സിൽ മുഴങ്ങട്ടെ. മരുഭൂമിയിലെ രാത്രിയുടെ തണുപ്പ് നിങ്ങളെ മെല്ലെ ഉറക്കത്തിലേക്ക് നയിക്കട്ടെ. ഇനി വിശ്രമിക്കൂ, ശാന്തമായി ഉറങ്ങൂ. കഥകൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ തുടരട്ടെ. ശുഭരാത്രി.